ഞങ്ങളുടെ ഡിസ്ട്രിക്ട് ലീഡറെ ഞങ്ങൾ പ്രത്യേകം സ്വാഗതം ചെയ്യുക. ഇന്നത്തെ ശുശ്രൂഷ നടത്തുന്നതായ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം കാരോട് ദേശത്തേക്ക് വിളമ്പുവാൻ വന്നിരിക്കുന്ന സൗത്ത് കേരള സെക്ഷന്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയായ പാസ്റ്റർ മഹേഷ് മണിയൻ അവർകളാണ്. അദ്ദേഹത്തെയും നമുക്ക് സ്വീകരിക്കാം. സമയം കൂടുതൽ തരണം, കുറയ്ക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ ഗാനശുശ്രൂഷ നടത്തവരെ അവർക്കൊന്നും കൊടുക്കാൻ സമയമില്ല, അവർക്കും കൊടുക്കും. അവരെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി അത് പറയുന്നതാണ്. ഓക്കെ, ദൈവം ധാരാളമായി ഈ ശുശ്രൂഷയെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഈ ശുശ്രൂഷ അടുത്ത ഭാഗത്തേക്ക് കടന്നു പോകാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ശുശ്രൂഷയുടെ പ്രാരംഭമായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ പാട്ടുപുസ്തകത്തിൽ ആരാധനയ്ക്ക് യോഗ്യനെ എന്നുള്ള പാട്ട് നമുക്ക് ചേർന്ന് പാടി വേദവചനം വായിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം. പാട്ടുപുസ്തകത്തിലെ 10ാമത്തെ പാട്ടാണ് ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിരുന്നു കേട്ടോ. ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു. പാവന നീണം തന്നു പാപത്തിൻ കറ പോക്കി. പാവന നീണം തന്നു പാപത്തിൻ കറ
വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനെ നിൻ മക്കൾ കൂടിടുമ്പോ മധ്യവന്നനുഗ്രഹം ചെയ്തിടായെന്നൂര മധ്യവന്നനുഗ്രഹം ചെയ്തിടായെന്നൂര ചെയ്തവൻ നീ മാത്രമേ നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും ചെയ്തവൻ നീ മാത്രമേ നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും ആദിമനൂറ്റാണ്ടിൽ നിന്ദാസർ മാർക്കോസിൻ മാളികയിൽ ആദിമനൂറ്റാണ്ടിൽ നിന്ദാസർ മാർക്കോസിൻ മാളികയിൽ നിന്നാവി പകർന്നപ്പോൾ നിന്ദാസർ മധ്യത്തിൽ നിന്നാവി പകർന്നപ്പോൾ നിന്ദാസർ മധ്യത്തിൽ നിൻ ശക്തിയായ ചീടുക നിന്നെ ഇന്നു ആത്മാവിൽ ആരാധിക്കും നിൻ ശക്തിയായ ചീടുക നിന്നെ ഇന്നു ആത്മാവിൽ ആരാധിക്കും ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ ആഴിയും മൂടിയും നിർമ്മിച്ച നാഥനെ ആഴിയും മൂടിയും നിർമ്മിച്ച നാഥനെ ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യസ്തുതിച്ചിടും ഞാൻ ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യസ്തുതിച്ചിടും ഞാൻ ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ അപ്രകാരം നിൽക്കുമ്പോൾ വായിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദവാക്യം ദാനിയേലിന്റെ പുസ്തകം ദാനിയേൽ പ്രവചന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. വയോധികനായ ഒരുത്തൻ ഇരുന്നു. അവൻ്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവൻ്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവൻ്റെ സിംഹാസനം അഗ്നിജ്വാലയും അവൻ്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയും ആയിരുന്നു. ഒരു അഗ്നി നദി അവൻ്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു ഒഴുകി. 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവൻ്റെ മുൻപാകെ നിന്നു. ന്യായവിസ്താര സഭയിരുന്നു. പുസ്തകങ്ങൾ തുറന്നു. ഈ വായിച്ച വേദവാക്യങ്ങളാൽ ഈ രാത്രി കാലം ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കിപ്പോൾ നമ്മുടെ കണ്ണുകളുടെ ചോദ്യം പ്രാർത്ഥന കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഈ അഖിലാണ്ടത്തിന്റെ സൃഷ്ടിതാവും പരിപാലകനുമായിരിക്കുന്നു ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, കർത്താവേ, തിരുനാമത്തിന് സ്തോത്രം. ഈ സായന്തനത്തിൽ കർത്താവേ, ഞങ്ങൾക്ക് ഈ ആലയത്തിന്റെ അങ്കണത്തിലായിരുന്നു കൊണ്ട് ദൈവത്തിന്റെ നാമത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെ സഹായിച്ചിരിക്കുന്ന വലിയ കൃപകളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഇത് അന്ത്യകാലമാണെന്ന് ദൈവത്തിന്റെ വചനം ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഈ അന്ത്യകാലത്തിൽ ജീവിക്കുന്നതായ ഞങ്ങള് ഏറ്റവും ഭയഭക്തിയോടുകൂടി ഭൂമുഖത്ത് ജീവിച്ച് ദൈവത്തിന് മഹത്വം നൽകുവാൻ ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകം ഞങ്ങൾക്ക് സ്വന്തമല്ല. ഈ ലോകത്തിൽ നേടുന്നതൊന്നും ഈ ലോകത്തിൽ നിന്ന് കൊണ്ടുപോകുവാൻ തക്കവണ്ണം സാധ്യവുമല്ല. ആയതിനാൽ വ്യർത്ഥമായ കാര്യാദികളിൽ പ്രിയം വെച്ചുകൊണ്ട് ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നതായ നിത്യമായ രാജ്യം നഷ്ടപ്പെടുത്താനിട വരുത്താതെ ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ദൈവത്തിനായിട്ട് തന്നെ ജീവിച്ച് ദൈവത്തിന് മഹത്വം നൽകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിച്ച് അനുഗ്രഹിക്കണമേ എന്നടിയങ്ങൾ താഴ്മയോടെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. ഇന്ന് ഈ കൺവെൻഷൻ യോഗം കർത്താവയുടെ ക്രമീകരിച്ചിരിക്കുന്ന ഉദ്ദേശം കർത്താവേ, ദേശവാസികള് ദൈവത്തിന്റെ വചനം ഗ്രഹിക്കുവാൻ തക്കവണ്ണം അവർ സത്യം പഠിച്ച് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ഈ കൺവെൻഷൻ യോഗം ഇവിടെ ക്രമീകരിച്ചിരിക്കുമ്പോൾ
അനേകരെ എന്റെ കർത്താവ് മാനസാന്തരത്തിലേക്ക് അവിടുന്ന് വിളിച്ച് വേർതിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സത്യം മനസ്സിലാക്കുവാൻ അവരുടെ ഹൃദയങ്ങളെ തുറക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. അങ്ങനെ സത്യം പഠിച്ച് ഗ്രഹിച്ച് സത്യത്തിന് അധിഷ്ഠിതമായിട്ട് അവരുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ച് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ അനേകര് കർത്താവെ മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ അങ്ങ് മുഖാന്തരങ്ങളെ ഒരുക്കണമേ എന്നടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നതായ കർത്താവെ, ഈ കാരോട് സഭയെ, സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭയെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേകര് കർത്താവെ സത്യം ഗ്രഹിക്കുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയിരിക്കുന്നതായ ഈ ആലയത്തിന് കീഴിൽ കർത്താവെ അനേകര് കടന്നു വന്ന് രക്ഷ കരസ്ഥമാക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സത്യം മനസ്സിലാക്കാനുള്ളതായ കൃപ അവിടുന്ന് കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ദേശവാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദേശത്തിലായിരിക്കുന്നതായ ഓരോ കുടുംബങ്ങളെയും വ്യക്തി ജീവിതങ്ങളെയും എന്റെ കർത്താവിന്റെ കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ആലയത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നതായ ദൈവത്തിന്റെ ദാസനെ തുരിക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശ്രേഷ്ഠദാസനെ കർത്താവ് അനുഗ്രഹിക്കണം. ശാരീരികമായ സുഖവും ബലവും ദീർഘായുസ്സും ആരോഗ്യവും എന്റെ കർത്താവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്റെ കുടുംബ ജീവിതത്തെ അനുഗ്രഹിക്കണം, ഭാര്യയെ അനുഗ്രഹിക്കണം, മക്കളെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കൾ ദൈവത്തിന് വേണ്ടി കർത്താവെ നല്ല സേവനം ചെയ്യുന്നതായ പ്രിയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ എന്ന അടിയങ്ങൾ താഴ്മയോടെ യാചിക്കുന്നു. കർത്താവെ, ഈ സഭയെയും സഭയിലായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും വ്യക്തി ജീവിതങ്ങളെയും കർത്താവിന്റെ കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും എന്റെ കർത്താവ് അനുഗ്രഹിക്കണമേ എന്നടിയങ്ങൾ യാചിക്കുന്നു. ഈ കൺവെൻഷൻ യോഗത്തിന് വേണ്ടി കടന്നു വന്നിരിക്കുന്നതായ എല്ലാ വ്യക്തികളെയും പേരായി അങ്ങയുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു ന്യായവിധി ഉണ്ടെന്ന് മനസ്സിലാക്കി കർത്താവേ, ആ ന്യായവിധി ഞങ്ങൾ അകപ്പെട്ടു പോകാൻ ഇടവരുത്താതെ കർത്താവേ, അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി കാക്ഷിക്കുന്നവരായി തീരുവാനൊക്കെ ഞങ്ങളെ ഓരോരുത്തരെയും ഒന്ന് സഹായിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ശബ്ദ പരിധിക്കുള്ളായിരുന്നു കൊണ്ട് ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്നതായ എല്ലാ പ്രിയമുള്ളവരെയും ഓർത്തടികൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനേകര് കർത്താവ് രക്ഷയിലേക്ക് കടന്നു വരുവാൻ അങ്ങ് മുഖാന്തരങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. കാരുണ്യവനായ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗത്താലോ ഭാരത്താലോ ആരെങ്കിലും കഷ്ടം കർത്താവെ പ്രദേശത്തിൽ അനുഭവിക്കുന്നുവെങ്കിൽ അവരെ എന്റെ കർത്താവിന്റെ കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആണിപ്പുള്ളതായ കരം അവരുടെ മേൽ സ്പർശിച്ചുകൊണ്ട് കർത്താവേ അവർക്ക് പരിപൂർണമായ വിടുതലും ആശ്വാസവും എന്റെ കർത്താവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് മഹാവൈദ്യനായിരുന്നു കൊണ്ട് അവരെ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ആശ്രയിപ്പാൻ എന്റെ കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ ഞങ്ങൾക്ക് മറ്റാരുമില്ല. അതിനാൽ ഞങ്ങൾ നിന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നിന്റെ കർത്താവ് ഞങ്ങൾക്ക് സമീപസ്ഥനായിരുന്നു കൊണ്ട് ഞങ്ങളെ സംരക്ഷിക്കുകയും ഞങ്ങളെ വഴി നടത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ എന്നടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നീ ദേശത്തിന്മേൽ കേൾപ്പിപ്പാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുന്നതായ പ്രിയദാസനെ തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ശ്രേഷ്ഠദാസനെ അനുഗ്രഹിക്കണം. അവിടുത്തെ കൃപയും സാമീപ്യം ശ്രേഷ്ഠദാസനോട് കൂടെ ഇരിക്കണം. തന്നെ ബലപ്പെടുത്തണം, തന്നെ ശക്തീകരിക്കുമാറാകണം. കർത്താവിന്റെ അളവറ്റ സ്നേഹം അവിടുന്ന് ശ്രേഷ്ഠദാസനോട് കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയുടെ തുടക്കം മുതൽ അവസാനം വരെയും കർത്താവിന്റെ കൃപയും സാമീപ്യം കൊണ്ട് നിറച്ച് അവിടുന്ന് അനുഗ്രഹിക്കണം, ആശീർവദിക്കുമാറാകണം. ഈ കൺവെൻഷൻ യോഗം ഇവിടെ ഇത്രയും ഭംഗിയായി ക്രമീകരിക്കൊണ്ടൊക്കെ സഹായിച്ചതായ എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും എന്റെ കർത്താവ് അനുഗ്രഹിക്കണം. അവിടുത്തെ കൃപയും സാമീപ്യം കൊണ്ട് നിറയ്ക്കണം. മാനവും മഹത്വം എന്റെ കർത്താവ് തന്നെ എടുക്കണം. സകലവും യേശു ക്രിസ്തുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. കൊയർ ഇപ്പോൾ ഒരു പ്രത്യേക ഗാനം പാടുമ്പോൾ ഓഫറിങ്സിന്റെ കളക്ഷൻ ഉണ്ടാകും. ബന്ധപ്പെട്ടവരത് ചെയ്യണം.
യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ജീവിതശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിതശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പ്രത്യേക ഗാനം ആലപിച്ച പേരിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ ലഭിച്ചിരിക്കുന്ന സ്തോത്ര വഴിപാടുകൾ, നേർച്ചകൾ, കാണിക്കകൾ, സംഭാവനകൾ എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചോ നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം. ഞങ്ങളുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ഞങ്ങളുടെ നല്ല ദൈവമായ കർത്താവേ, ഈ നിത്യ സുവിശേഷ പ്രഭാഷണങ്ങളുടെ നടത്തിപ്പിനായി നിന്റെ ദാസ മക്കൾ ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ചിരിക്കുന്ന കാണിക്കകളും നേർച്ചകളും സംഭാവനകളും ഒക്കെ ഇതാ അങ്ങയുടെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. അപ്പാ പിതാവേ, ദൈവമേ, നീ ഇത് സ്വീകരിച്ചോ, വാഴ്ത്തി അനുഗ്രഹിച്ചോ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊടുത്ത കരങ്ങളെ ധാരാളമായി നീ അനുഗ്രഹിക്കണം. നിന്റെ കൃപയാൽ കരുതണം. ഇത് ഈ യോഗത്തിന്റെ ഭംഗിയായ നടത്തിപ്പിന് യോഗ്യമായ രീതിയിൽ തീരുവാൻ സഹായിക്കണം എന്ന് ഞങ്ങൾക്കായി ക്രൂശ് മരിച്ച് യേശു നമ്മെ ചോദിക്കുന്നു. കേൾക്കണം നല്ല ദൈവമേ. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നലെ ഒന്നാമത്തെ ദിവസമാണ്. ഇന്നലത്തെ ഈ കൺവെൻഷൻ യോഗത്തിന്റെ ഈ ചിലവുകൾ മിസ്റ്റർ വിജയൻ
മിസ്സിസ് ബേബി, മിസ്സിസ് ചന്ദ്രിക, ഇവരുടേതായ സംഭാവനയാണ്. പക്ഷെ ഇന്ന് ഈ യോഗം നടക്കുന്നത് ഒരു പ്രത്യേകതയാണ് ഉണ്ട്. അതായത് പുലിയൂർശാല മുതൽ അരിമന പുണ്യം വരെയുള്ള 36 വീടുകളിലെ 103 അംഗങ്ങൾക്ക് വേണ്ടി ഞാൻ കഴിഞ്ഞ 4.5 വർഷമായി അവരുടെ വീട് സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും പഠിപ്പിക്കുകയും ബൈബിൾ ക്ലാസ് നടത്തുകയും ഉപവാസ പ്രാർത്ഥന നടത്തുകയും ഭവനാരാധന നടത്തുകയും ഒക്കെ ചെയ്തു വരികയാണ്. ഈ 36 കുടുംബങ്ങളിൽ അതിശയമെന്ന് പറയട്ടെ, ഒരു കുടുംബത്തിന്റെ സംഭാവനയാണ് ഇന്നത്തെ ഈ യോഗം ഇവിടെ നടക്കുന്നത്. ദൈവം അവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ കൂട്ടത്തിൽ ഇനി പ്രത്യേകമായ പ്രാർത്ഥനയുണ്ട്. ഇവിടെ കടന്നു വന്നിരിക്കുന്നവർക്ക് പ്രത്യേക പ്രാർത്ഥന വിഷയമുണ്ട് എങ്കിൽ മിസ്റ്റർ വിജയനോട് ചോദിച്ചാൽ അവിടെ പ്രയർ റിക്വസ്റ്റ് എന്നുള്ളൊരു ഫാം അവിടെ ഉണ്ട്. അത് നിങ്ങൾ എടുത്തുകൊണ്ട് പോയി നിങ്ങളുടെ ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അതിൽ രേഖപ്പെടുത്തി ഇവിടെ ഏൽപ്പിച്ചാൽ നാളെ മുതൽ അവർക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കുന്നതാണ്. ഇനി പ്രത്യേക പ്രാർത്ഥനയ്ക്കായി ഒരു 11 വിഷയം ഞാൻ അവതരിപ്പിക്കുകയാണ്. ഈ പ്രത്യേക വിഷയങ്ങൾക്കും ഈ കൺവെൻഷന് സംഭാവന ചെയ്ത 2-3 കുടുംബങ്ങൾക്കും വേണ്ടി അനുഗ്രഹപ്രദമായി ഒരു പ്രാർത്ഥന ഇന്ന് ഇവിടെ ദൂത് നൽകുന്നതായ സൗത്ത് കേരള സെക്ഷന്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി നിർവഹിക്കാം. ഞാൻ ആ വിഷയം പറയാം. ഞങ്ങൾ ഇവിടെ നിത്യമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയവും പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ കുറിച്ചാണ്. വ്യക്തികളും സ്ഥാപനങ്ങളും ആണ് ഞാൻ വായിക്കുന്നത്. ഒന്ന്, ഡോക്ടർ മോഹൻദാസ്, അവരും അവരുടെ ആശുപത്രിയും. സെവന്ത് ഡേ സ്കൂൾ പുലിയിറങ്ങി. പ്രിയമുള്ളവരെ, നാളത്തെ വിഷയം, നാളത്തെ മൊത്തം ചിലവും പുലിയിറങ്ങി സഭയും പുലിയിറങ്ങി സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സ്കൂളും ചേർന്നാണ് നടത്തുന്നത്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. വൈറ്റ് മെമ്മോറിയൽ കോളേജ് ആറ്റൂർ, മാർത്താണ്ഡം സ്കൂൾ ചർച്ച്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പുലിയൂർശാല മുതൽ അരിമന പുണ്യം വരെയുള്ള 63 ഭവനങ്ങളിലെ 103 അംഗങ്ങൾക്ക് വേണ്ടി എന്റെ പ്രിയമുള്ള സെക്രട്ടറി പ്രത്യേകം പ്രാർത്ഥിക്കണം. പിന്നെ സ്ട്രോക്കിന്റെ പിടിയിൽപ്പെട്ട ചികിത്സയിൽ കഴിയുന്ന ഈ ചർച്ചിന്റെ തൊട്ട് താഴെയുള്ള കുളത്തിന്റെ കരയുള്ള ക്രിസ്തുദാസ്, ഞങ്ങളുടെ സഭയിലെ വിശ്വാസി കുഞ്ഞു രണ്ടുപേരും വളരെ വേദന അനുഭവിക്കുകയാണ്. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. പിന്നെ മാതാപിതാക്കളില്ലാത്ത നിഷ, നിപു, ഇവർ നാളെയോ മറ്റന്നാളോ അവരുടെ ഹോസ്റ്റലിലേക്ക് പഠിക്കുവാൻ വേണ്ടി പോകുന്നു. അവരെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. പിന്നെ ഈ കാരോട് സഭയിലെ പരിസരവാസികളായ എല്ലാ വ്യക്തികളെയും, ഇവരെല്ലാം ഇത്രയും പറഞ്ഞതായ ഇത്രയും വിഷയങ്ങളെ, ഇത്രയും വ്യക്തികളെ, ഇത്രയും സ്ഥാപനങ്ങളെ, ഇത്രയും രോഗികളെ എല്ലാവരെയും ചേർന്ന് ഞങ്ങളുടെ ബഹുമാനമുള്ള സൗത്ത് കേരള സെക്ഷൻ എക്സിക്യൂട്ടീവ് സെക്രട്ടറി, ഇന്ന് നമുക്ക് ദൂത് നൽകുന്ന പാസ്റ്റർ മഹേഷ് മണിൻ അവർ ഇപ്പോൾ വളരെ ചുരുക്കമായി ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നൽകപ്പെട്ടിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം.
സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന അടിയങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, സ്വർഗസ്വപിതാവേ, അനുഗ്രഹമേറിയ ഒരു സന്ധ്യായാമം. ഈ സന്ധ്യ കഴിഞ്ഞ സമയത്ത് അടിയങ്ങൾക്ക് തിരുസന്നിധിയിലായിരുന്നു കൊണ്ട് അങ്ങയെ ഗാനങ്ങളാൽ പാടി സ്തുതിക്കുവാനും അങ്ങയോട് പ്രാർത്ഥിക്കുവാനും സ്വർഗീയ വചനങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും സ്വർഗം ഇടയാക്കുന്ന വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന അപ്രകാരം കർത്താവ് ഇവിടെ നൽകപ്പെട്ടിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കയില്ലെന്ന് വാക്തത്വം ചെയ്തിരിക്കുന്ന സ്വർഗത്തിലെ നല്ല പിതാവാം ദൈവമേ, ഈ ദേശത്തായിരിക്കുന്ന പ്രിയ മക്കളെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, പ്രത്യേകിച്ച് പുലിയൂർ ശാല തുടങ്ങി അരുമന പുണ്യം എന്ന് പറയുന്നതായിട്ടുള്ള സ്ഥലത്ത് നിവസിക്കുന്ന പ്രിയപ്പെട്ട ആളുകളെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന, അവരുടെ ആവശ്യങ്ങളോട് സ്വർഗം കൂടെ ഇരിക്കണം. വേണ്ടുന്ന നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറച്ച് അങ്ങയുടെ ഉള്ളം കരങ്ങൾ കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേശത്തിലെ നന്മ പ്രാപിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുവാൻ എൻ്റെ ദൈവം പ്രിയപ്പെട്ടവരുടെ ഇടയാക്കണം. അപ്രകാരം കർത്താവ് ഈ കൺവെൻഷനുകളെ സ്പോൺസർ ചെയ്തിരിക്കുന്ന കുടുംബങ്ങളെ ഇവിടെ നിന്ന് അനുഗ്രഹിക്കണം. അതുപോലെ നൽകപ്പെട്ടിരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുളിയരങ്ങി, മാർത്താണ്ഡം തുടങ്ങിയതായിട്ടുള്ള അങ്ങയുടെ സ്ഥാപനങ്ങളെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം സ്വർഗസ്വപിതാവേ, സുഖമില്ലാതായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ മുറ്റുമായി ഞങ്ങളുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുന്ന് സൗഖ്യദായകനായി ആശ്വാസദായകനായി കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷാഘാതം പിടിച്ചിരിക്കുന്ന, സ്ട്രോക്കിന്റെ പിടിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സൗഖ്യദായകനായിരിക്കുന്ന ദൈവം ആശ്വാസത്തെയും സൗഖ്യത്തെയും പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം കർത്താവ് ഒരിക്കൽ കൂടി നൽകപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന, സ്വർഗത്തിലെ ദൈവം കൂടെ ഇരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിച്ച് സ്വർഗീയ നന്മകളാൽ നിറച്ച് കാത്തു പരിപാലിച്ച സൗഖ്യം നൽകി കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണമെന്ന് അടിയക്കായി കാൽവരിയിൽ മരിച്ചുയർത്തുന്നേക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹീതമായ കൺവെൻഷൻ യോഗ പരമ്പരകളെ രണ്ടാമത്തെ രാത്രിയിലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ഇതുവരെയുള്ളതായ എല്ലാ കാര്യങ്ങളും സമയബന്ധിതമായി നമ്മൾ ചെയ്യുകയുണ്ടായി. സ്വർഗം അത് കാണുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്തു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തുടർന്ന് നമ്മൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാനായിട്ട് പോവുകയാണ്. അതിന് മുന്നോടിയായി ഇന്ന് ദൈവത്തിൻ്റെ ദൂത് സംസാരിക്കുന്നതായ ദൈവത്തിൻ്റെ ദാസനെ നിങ്ങളോട് ഔദ്യോഗികമായി പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. പാസ്റ്ററിൻ്റെ പേര് നമ്മൾ കേട്ടു കഴിഞ്ഞു. പാസ്റ്റർ ഡോക്ടർ മകേഷ് മണിയൻ, തിരുവനന്തപുരം 3-ാം മൂട് താമസിക്കുന്നതായ പാസ്റ്ററാണ്. കുടുംബമായി തൻ്റെ മിസ്സസിൻ്റെ പേര് രഞ്ജിനി മകേഷ്. തനിക്ക് 2 കുഞ്ഞുങ്ങളെ ദൈവം നൽകി, ഒരു മകളെയും മകനെയും. അവർ സെവന്ത് ഡേ അഡ്വെന്റിസ്റ്റ് തിരുമല സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതലായി അവിടെ ദാസനെ പരിചയപ്പെടുത്തുമ്പോൾ, ഇപ്പോൾ നിലവിൽ സൗത്ത് കേരള സെക്ഷൻ്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആയിട്ട് സേവനം ചെയ്യുകയാണ്. ഇതിൻ്റെ മുൻപ് സൗത്ത് കേരള സെക്ഷൻ്റെ തന്നെ പാസ്റ്റർമാരുടെ പാസ്റ്ററായി, മിനിസ്റ്റീരിയൽ ഡയറക്ടറായി സേവനം ചെയ്തിരുന്നു. തുടക്കം പാസ്റ്റർമാരുടെ ജോലിയിലാണെങ്കിലും സർക്കിൾ ലീഡർ, തുടർന്ന് ഈ നിലകളിൽ തനിക്ക് ദൈവത്തിൻ്റെ വേല ചെയ്യാൻ സാധിച്ചു. പൂന സ്പൈസർ മെമ്മോറിയൽ കോളേജിൽ നിന്നും തിയോളജിയിൽ ഡോക്ടറേറ്റ് നേടിയതായ പ്രിയപ്പെട്ട ദാസൻ ഇന്ന് നല്ല സുദീർഘമായ ഒരു സേവനമാണ് സഭയ്ക്കായിട്ട് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയം പ്രിയപ്പെട്ട ദാസൻ ഇന്ന് അത്രയും ദൂരത്ത് നിന്ന് നമ്മോടൊപ്പം വന്നിരിക്കുകയാണ്.
പ്രകൃതി നമുക്ക് അനുകൂലമല്ല എങ്കിൽ ഇപ്പോൾ നമുക്ക് ദൈവം അനുകൂലമാക്കി നൽകിയിരിക്കും. ഇപ്പോൾ നമ്മുടെ കാതുകളും നമ്മുടെ കണ്ണും നമ്മുടെ ചിന്തയും ഒക്കെ ദൈവത്തിലേക്ക് സമർപ്പിക്കുവാനുള്ള ഒരു സമയമാണ്. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും എന്ന് പറയും. 19-ാം സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് പറയുന്നത്, തേനിലും തേൻ കട്ടയിലും മധുരമുള്ളത്. ഒരുപാട് വിശേഷണങ്ങൾ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറയുവാനായിട്ടുണ്ട്. നമ്മളിപ്പോൾ പ്രാർത്ഥനാപൂർവം അവിടുത്തെ ദാസനിലൂടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഈ മീറ്റിങ്ങിൻ്റെ ഉദ്ഘാടന ദിവസം സൗത്ത് കേരള സെക്ഷൻ്റെ പബ്ലിഷിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഡയറക്ടർ, ശാബ സ്കൂൾ ഡിപ്പാർട്ട്മെൻ്റ് ഡയറക്ടർ പാസ്റ്റർ ബാബു കൊച്ചപ്പിയാണ് ഇവിടെ ദൈവത്തിൻ്റെ ദൂത് നൽകിയത്. ഇന്ന് നമ്മൾ പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിൻ്റെ ദൂത് കേൾക്കുവാനായിട്ട് പോകുന്നു. ഇപ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ ഭയഭക്തിയോടും സമർപ്പണത്തോടും കൂടി ഇരുന്ന് ദൈവത്തിൻ്റെ ദൂത് കേൾക്കാം. ഈ സമയം പ്രിയപ്പെട്ട ദാസനെ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ ആർദ്രപൂർവ്വം ക്ഷണിക്കുന്നു. പാസ്റ്റർ ഡോക്ടർ മകേഷ് മണി. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ ഒരു ദിവസം കൂടി കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഇടയാക്കുന്ന എല്ലാ കൃപകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അപ്രകാരം ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൻ്റെ ഈ മണിക്കൂറുകളിൽ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തെ ഗാനങ്ങളാൽ പാടി സ്തുതിക്കുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ദൈവിക അരുളപ്പാടുകളെ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനൊക്കെയും സ്വർഗത്തിലെ ദൈവം ഇടയാക്കുന്ന വലിയ കൃപകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രകൃതിയുടെ പ്രതികൂല സാഹചര്യത്തിലും മഴ ചൊരിഞ്ഞ് പെയ്യുന്നതായിട്ടുള്ള അവസരത്തിലും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ ദൈവം ഇടയാക്കുന്ന എല്ലാ കൃപകൾക്കായും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അപ്രകാരം ഇന്നീ ദിവസത്തിൽ ഈ കാരോട് സമുദ്ര അഡ്വന്റിസ്റ്റ് സഭയുടെ അങ്കണത്തിലായിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വീണ്ടും വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ വചന ശുശ്രൂഷയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രത്യേകിച്ച് സ്തുതിമധുരമായ ഗാനങ്ങളാൽ സ്വർഗത്തിലെ ദൈവത്തെ പാടി സ്തുതിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയമായ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇവിടെ ആയിരിക്കുന്ന എല്ലാ സഭാ ശുശ്രൂഷകന്മാരെയും പ്രത്യേകമായിട്ട് ഞാൻ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ സർക്കിൾ ലീഡർ, മറ്റ് ശുശ്രൂഷകന്മാർ, ഈ സഭയുടെ ശുശ്രൂഷകൻ എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ശബ്ദവും വെളിച്ചവും നൽകി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സുദീർഘമായിരിക്കുന്ന പ്രവർത്തനത്തെ, വേലയെ ധന്യമാക്കുന്ന പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നലെ ഞങ്ങൾ ത്രിവിധ ദൂതുകളെ കുറിച്ച് കേൾക്കുവാനിടയായിത്തീർന്നു. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി. എന്നാൽ അതിൻ്റെ 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഭാഷയും വംശവും ഗോത്രവുമായവരോട് അറിയിപ്പാൻ അവൻ്റെ പക്കൽ ഒരു നിത്യ സുവിശേഷമുണ്ടായിരുന്നു. ആ നിത്യസുവിശേഷം ഇപ്രകാരം പറയുന്നു, ദൈവത്തെ ഭയപ്പെട്ട സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുപ്പിൻ, കാരണം ദൈവത്തിൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ഇന്ന് ഈ രാത്രികാലം ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് ഈ ദേശത്തോട് അറിയിക്കണമെന്നാണ് ഈ സഭയുടെ സഭാ ശുശ്രൂഷകൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അല്പമായിട്ട്
സ്വർഗത്തിൽ നടക്കുന്നതായിട്ടുള്ള സ്വർഗത്തിലെ ദൈവം നമ്മെ ന്യായം വിധിക്കുന്നതായിട്ടുള്ള വിധങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിച്ച് കടന്നു പോകാം. ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ. തിരുവചനം പറയുന്നു, ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വച്ചു. വയോധികനായ ഒരുത്തനിരുന്നു. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയും ആയിരുന്നു. ഒരു അഗ്നി നദി അവന്റെ മുന്നിൽ നിന്ന് പുറപ്പെട്ടൊഴുകി 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന്റെ മുമ്പാകെ നിന്നു. ന്യായവിസ്താര സഭയിരുന്നു. പുസ്തകങ്ങൾ തുറന്നു എന്ന തിരുവചനം പറയുന്ന. നമുക്ക് കണ്ണുകൾ അടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന അടികൂടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, സ്വർഗസപിതാവേ, അനുഗ്രഹമേറിയ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾ തിരുസന്നിധിയിലായിരുന്നു കൊണ്ട് അങ്ങയുടെ മാറ്റമില്ലാത്ത വചനങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, സ്വർഗത്തിലെ ദൈവം മാനവകുലത്തെ ന്യായം വിധിക്കുന്ന വിധങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ആ ന്യായവിസ്താരത്തിന്റെ ദൃഷ്ടാന്തത്തെ, ദർശനത്തെ അവിടെ ദർശിക്കുമ്പോൾ, സ്വർഗീയ കര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടുന്ന് ദാനിയേൽ പ്രവാചകന് വെളിപ്പെടുത്തി കൊടുത്ത ആ ന്യായവിസ്താരത്തിന്റെ ദർശനത്തെ കുറിച്ച് അടിയങ്ങൾ ചിന്തിക്കുമ്പോൾ, പത്മോസ് ദ്വീപിലായിരുന്നു കൊണ്ട് ആ വെളിപാടുകാരനായ യോഹന്നാൻ ദർശിച്ച ന്യായവിസ്താരത്തെ കുറിച്ച് അടിയങ്ങൾ ചിന്തിക്കുമ്പോൾ, ദൈവിക കരം, അങ്ങയുടെ പരിശുദ്ധാത്മ ശക്തി, ഏതാത്മാവിനാലാണോ പ്രിയപ്പെട്ടവർക്ക് ദർശനം ലഭിച്ചത്, അതേ ആത്മാവിന്റെ വ്യാപാര ശക്തി ഇന്ന് ഈ ആലയത്തിന്റെ അങ്കണത്തിൽ അവിടുന്ന് ഉണ്ടാകണമെന്ന് അടിയക്കായി കാൽവരിയിൽ മരിച്ചുയർത്ത നീക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. തിരുവചനം പറയുന്നു, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം ഓരോരുത്തരും കർത്താവായ യേശുക്രിസ്തുവിന്റെ ന്യായവിസ്താരത്തിന് മുന്നിൽ നിൽക്കേണ്ടതാകുന്നു എന്ന് തിരുവചനം പറയുന്ന. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം നാം പ്രാപിക്കും എന്ന് തിരുവചനം പറയുന്ന. കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവിനെ കുറിച്ച് വെളിപാടുകാരനായ യോഹന്നാൻ പത്മോസ് ദ്വീപിലായിരുന്നു കൊണ്ട് തന്റെ ദർശനത്തിൽ ദർശിക്കുന്ന സമയത്ത് കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം കർത്താവായ യേശുക്രിസ്തു നൽകും എന്ന്. നമ്മുടെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം നൽകുന്നതിന് വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു വീണ്ടും ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ കർത്താവായ യേശുക്രിസ്തു ഓരോ വ്യക്തിയും ജീവിച്ചിരുന്ന കാലയളവിൽ തങ്ങളുടെ പ്രവൃത്തിക്കൊത്ത പ്രതിഫലം, അവർ ചെയ്തതായിട്ടുള്ള പ്രവൃത്തിക്കനുസൃതമായിട്ടുള്ള ഒരു ന്യായവിധി സ്വർഗീയ കോടതിയിൽ നിർവഹിച്ചതിന് ശേഷമാണ് പ്രതിഫലവുമായിട്ട് കർത്താവായ യേശുക്രിസ്തു വീണ്ടും ഈ ഭൂമിയിലേക്ക് വരുന്നത് എന്ന് കാണുവാൻ സാധിക്കാം. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ കൃത്യതയോടുകൂടെ ആയിരിക്കണമെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ പറയുന്നു, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ല പ്രവൃത്തിയാണ് എങ്കിൽ അതിന് തക്കതായ പ്രതിഫലം. മോശപ്രവൃത്തി, തീയപ്പെട്ട പ്രവൃത്തിയാണ് ചെയ്യുന്നത് എങ്കിൽ അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതാകുന്നു എന്ന് തിരുവചനം പറയുന്ന. അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസ് സ്വന്തം ജനത്തിന്, എബ്രായ ജനത്തിന് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യന് നിയോഗിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയം, നമ്മുടെ മരണപ്പെടുന്നതായിട്ടുള്ള വേളയില് നമ്മുടെ കൃപയുടെ കാലഘട്ടം അവസാനിക്കുന്നു. ആ മരണത്തോടു കൂടി
നമ്മുടെ ന്യായവിധി സ്വർഗത്തിൽ ആരംഭിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കാം. നമ്മുടെ പ്രവൃത്തിക്ക് ഒത്ത പ്രതിഫലം മരണത്തിന് ശേഷം മരണാനന്തര ശുശ്രൂഷകളിലൂടെ നമുക്കൊരിക്കലും ദൈവരാജ്യം അവകാശമാക്കുവാൻ സാധിക്കുകയില്ല. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വർഗത്തിലെ ദൈവം നമ്മെ ന്യായം വിധിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവത്തിന്റെ പ്രിയപ്പെട്ട പ്രവാചകനായിരിക്കുന്ന ദാനിയേൽ പ്രവാചകനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ദാനിയേൽ പ്രവചനം അതിന്റെ 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 1-ാമത്തെ വാക്യം മുതൽ താഴോട്ട് തിരുവചനം പറയുന്നത്, ബാബിലോണിലെ ശ്രേഷ്ഠ രാജാവായിരിക്കുന്ന നെബൂഖദ്നേസർ രാജാവ് BC 605 യെരൂശലേമിലേക്ക് കടന്നു ചെല്ലുകയും, യെരൂശലേം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജനം അധിവസിച്ചിരുന്ന ഇടം, ദൈവം അബ്രഹാമിലൂടെ വിളിച്ചു വേർതിരിച്ച ദൈവത്തിന്റെ ജനം പാർത്തിരുന്ന ഇടം, അവിടേക്ക് ഒരു ഹീതൻ രാജാവ്, ജാതീയനായിരിക്കുന്ന രാജാവ് നെബൂഖദ്നേസർ രാജാവ് കടന്നു ചെല്ലുകയും ആ യെരൂശലേമിനെ ഉപരോധിച്ച് അവിടെ നിന്നും ജനങ്ങളെ അടിമകളായി പിടിച്ചുകൊണ്ടുവരികയും ചെയ്തു എന്ന് തിരുവചനം പറയുന്നു. അങ്ങനെ അടിമകളായി പിടിച്ചുകൊണ്ടുവന്നവരുടെ കൂട്ടത്തില് തിരുവചനം പറയുന്നു, ദാനിയേല്, ഹനന്യാവ്, മെസ്സയാവ്, അസര്യാവ് തുടങ്ങിയതായിട്ടുള്ള ബാലന്മാരും ഉണ്ടായിരുന്നു എന്ന് തിരുവചനം രേഖപ്പെടുത്തുന്ന. എന്തുകൊണ്ടോ സ്വന്തം ജനം, ദൈവത്തിന്റെ ജനം, ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി, രാജ്യത്തിന്റെ സുവിശേഷം മറ്റുള്ളവർക്ക് അറിയിക്കുന്നതിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ ജനത്തിന് പ്രകാരം ഒരു അവസ്ഥ കടന്നു വന്നു എന്ന് ചോദിച്ചാൽ, അവർ ദൈവത്തെ വിട്ടുപിരിഞ്ഞ, ദൈവകൽപ്പനകൾക്ക് വിപരീതമായി പ്രവർത്തിച്ച, മ്ലേച്ഛ വിഗ്രഹങ്ങളെ ആരാധിച്ചു, മ്ലേച്ഛ വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടി, അശോര പ്രതിഷ്ഠകൾക്ക് പിന്നാലെ പോയതിന്റെ ഫലമായിട്ട് സൃഷ്ടികർത്താവിനെ മറന്നതുകൊണ്ട് സൃഷ്ടികർത്താവും തങ്ങളുടെ സൃഷ്ടികളെ മറന്നു. അങ്ങനെ ദൈവത്തിന്റെ ആലയം നഷ്ടപ്പെട്ടു. ദൈവത്തിന്റെ ജനത്തെ പിടിച്ചുകൊണ്ടുവരുന്നു അടിമകളായിട്ട് ബാബിലോണിലേക്ക്. ആ കൂട്ടത്തിൽ ദൈവത്തിന്റെ ഭക്തനായിരിക്കുന്ന ദാനിയേലും സുഹൃത്തുക്കളും ഉണ്ടായിരുന്ന. അങ്ങനെ ബാബിലോൺ ദേശത്ത് അടിമകളായി പാർക്കുന്ന സമയത്ത് സ്വർഗത്തിലെ ദൈവം ദൈവഹിതപ്രകാരം ജീവിക്കുന്നതായിട്ടുള്ള ദൈവത്തിന്റെ മക്കളെ മാറ്റി നിർത്തുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ ദാനിയേലിനെ രാജാവിന്റെ കോവിലകത്ത് പാർപ്പിച്ചു എന്ന് തിരുവചനം പറയുന്ന. പലവിധമായിട്ടുള്ള ശോധനകൾ, പ്രതിസന്ധികൾ, പരീക്ഷണങ്ങൾ ദാനിയേൽ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഒന്നാമതായിട്ട് ദാനിയേലും സുഹൃത്തുക്കളും നേരിട്ടതായിട്ടുള്ള ഒരു പ്രതിസന്ധി രാജകീയ ഭക്ഷണം, തിരുവചന അടിസ്ഥാനത്തിന് വിരുദ്ധമായിട്ടുള്ള ഭക്ഷണം ഭക്ഷിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ അവർ അത് മാറ്റി. സ്വർഗത്തിലെ ദൈവം അവരെ 10 ഇരട്ടി ശ്രേഷ്ഠന്മാരായിട്ട് അനുഗ്രഹിച്ചോ. ബാബിലോൺ ദേശത്തുള്ള സകലവിധ ആളുകളെയും കമ്പയർ ചെയ്യുമ്പോ ദാനിയേലും സുഹൃത്തുക്കളും 10 ഇരട്ടി വിശിഷ്ടന്മാരായി കണ്ടു എന്ന് തിരുവചനം രേഖപ്പെടുത്തുന്ന. 2-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ രാജാവ് വലിയ ഒരു സ്വപ്നം കാണുന്നു. എന്നാൽ സ്വപ്നവും അതിന്റെ അർത്ഥവും നെബൂഖദ്നേസർ രാജാവ് മറന്നുപോയി, അല്ലെങ്കിൽ സ്വപ്നം മറന്നു, അർത്ഥം എന്താണ് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കാത്തതായിട്ടുള്ള അവസ്ഥ. രാജാവിന് മനസ്സിലായി താൻ കണ്ടതായിട്ടുള്ള സ്വപ്നം വലിയ ഒരു സ്വപ്നം, വിലയേറിയതായിട്ടുള്ള ഒരു സ്വപ്നമാണ്, സ്വർഗത്തിലെ ദൈവമാണ് അത് നൽകിയത് എന്ന്. ആ സ്വപ്നത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു എന്ന് രാജാവിന് മനസ്സിലായി. പക്ഷേ അത് വിവേചിച്ചറിയുവാനുള്ള കഴിവ് രാജാവിനില്ല. രാജാവ് ദേശത്തിലെ വിദഗ്ധന്മാരെയൊക്കെയും വിളിച്ചു, മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും ശകുനവാദികളെയും കൽദയരെയൊക്കെയും വിളിച്ചു. നമുക്കറിയാം, പലരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ അവർ ആൾ ദൈവങ്ങളുടെ പിന്നാലെ പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. അപ്രകാരത്തിൽ ഇവിടെ നെബൂഖദ്നേസർ രാജാവ് മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും കൽദയരെയും അങ്ങനെ തുടങ്ങിയതായിട്ടുള്ള ആളുകളുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്നു. അവർ പലവിധമായിട്ടുള്ള ഉപദേശങ്ങൾ നൽകുന്നു. എന്നാൽ നെബൂഖദ്നേസർ രാജാവ് പറയുന്നു, എനിക്ക് ഉപദേശങ്ങളൊന്നും വേണ്ട, ഞാനൊരു സ്വപ്നം കണ്ടു, ആ സ്വപ്നവും അതിന്റെ അർത്ഥവും എനിക്ക് വിവരിച്ച് നൽകണം. അപ്പോൾ അവർ തിരിച്ചു പറയുകയാണ്, രാജാവ് പറഞ്ഞതായിട്ടുള്ള കാര്യം ഏറ്റവും കഷ്ടം നിറഞ്ഞതായിട്ടുള്ള ഒരു കാര്യമാണ്.
ഏറ്റവും പ്രയാസമേറിയതായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ന് വരെയും ഒരു രാജാവും നമ്മളോട് അപ്രകാരമുള്ള കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ജഡവാസമില്ലാത്ത ദേവന്മാർക്കല്ലാതെ മറ്റാർക്കും ഈ സ്വപ്നവും അതിന്റെ അർത്ഥവും നിർവചിക്കുവാൻ സാധിക്കുകയില്ല എന്നവർ പറഞ്ഞപ്പോൾ രാജാവ് അവരെല്ലാം കൊല്ലുവാൻ തീരുമാനിച്ചു. കൊല്ലുവാൻ ആജ്ഞ കൊടുത്തു. കൂട്ടത്തിൽ ദാനിയേലിനെയും സുഹൃത്തുക്കളെയും കൊല്ലുവാൻ തീരുമാനിച്ചു. ഇവിടെ ദാനിയേലും സുഹൃത്തുക്കളും നേരിടുന്ന രണ്ടാമത്തെ പ്രതിസന്ധി. രാജാവ് ഒരു സ്വപ്നം കണ്ടു. അതിന്റെ അർത്ഥം രാജാവിന് അറിഞ്ഞുകൂടാ. സ്വപ്നവും മറന്നുപോയി. അത് വ്യാഖ്യാനിക്കണം. എന്നാൽ രാത്രിയുടെ യാമങ്ങളിൽ ദാനിയേലും സുഹൃത്തുക്കളും മുട്ടുമടക്കി സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം അത് വെളിപ്പെടുത്തി നൽകിയെന്ന് കാണുവാൻ സാധിക്കാം. മൂന്നാമതായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പ്രതിസന്ധി. രാജാവ് ഒരു വലിയ ബിംബം നിർത്തിയിട്ട് ആ ബിംബത്തെ ആരാധിക്കുവാൻ പറഞ്ഞു. എന്നാൽ അവർ അതിനെ ആരാധിക്കാതെ വിടുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എരിയുന്ന തീച്ചുളയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം അവരെ സംരക്ഷിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. അതുപോലെ ദാനിയേലിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മറ്റൊരു വലിയ പ്രതിസന്ധിയായിരുന്നു ദാര്യാവേശ് രാജാവ് അധികാരത്തിലേറുന്നതായിട്ടുള്ള സമയത്ത് രാജാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നുള്ള നിയമം കൊണ്ടുവന്ന വേളയിലും ദാനിയേൽ അതിനെതിരെ നിന്നപ്പോൾ ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് എടുത്തെറിഞ്ഞു. എന്നാൽ അവിടെയും സ്വർഗത്തിലെ ദൈവം ദാനിയേലിനെ സംരക്ഷിക്കുന്നതായിട്ട്, ഉള്ളംകരങ്ങൾ വഹിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. നമ്മൾ ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയാൽ സ്വർഗത്തിലെ ദൈവം നമ്മെ സംരക്ഷിക്കും, നമ്മെ പരിപാലിക്കും, നമ്മെ ഉള്ളംകരങ്ങളിൽ വഹിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദാനിയേലിന്റെയും സുഹൃത്തുക്കളുടെയും ജീവിതത്തിൽ നിന്ന് നമുക്കത് കാണുവാൻ സാധിക്കാം. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തില് നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നത്തെ വിവരിച്ചു നൽകുവാൻ നെബൂഖദ്നേസർ രാജാവ് ദേശത്തിലെ കൽദയരോടും ആഭിചാരകന്മാരോടൊക്കെയും പറയുന്നു. അതോടൊപ്പം ദാനിയേൽ പ്രവാചകൻ അത് വിവരിച്ചു നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. സ്വർഗത്തിലെ ദൈവം നെബൂഖദ്നേസർ രാജാവിന് നൽകിയ അതേ ദർശനം ദാനിയേൽ പ്രവാചകന് നൽകുകയും ദാനിയേൽ പ്രവാചകൻ ആ സ്വപ്നവും അർത്ഥവും വിവരിച്ചു നൽകുന്നതായിട്ടും തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോ ഇവിടെ സ്വർഗത്തിലെ ദൈവം നെബൂഖദ്നേസർ രാജാവിനല്ല, ദാനിയേൽ പ്രവാചകന് തന്നെ ഒരു ദർശനം നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ദാനിയേൽ പ്രവാചകൻ തന്റെ ദർശനത്തിൽ സമുദ്രത്തിൽ നിന്നും കയറി വരുന്ന 4 വ്യത്യസ്ത മൃഗങ്ങളെ കാണുന്നു. തിരുവചനത്തിൽ മൃഗങ്ങൾ രാജ്യങ്ങളെ പ്രദാനം ചെയ്യുന്നുവെന്ന് കാണുവാൻ സാധിക്കും. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, മൃഗങ്ങൾ രാജ്യങ്ങളെ പ്രദാനം ചെയ്യുന്ന നെബൂഖദ്നേസർ രാജാവ് ദാനിയേൽ പ്രവാചകൻ കാണുന്നതായിട്ടുള്ള 4 മൃഗങ്ങൾ എന്ന് പറയുന്നത് ബാബിലോൺ, മേദ്യ, പേർഷ്യ, ഗ്രീക്ക്, റോമ സാമ്രാജ്യങ്ങളെ പ്രദാനം ചെയ്യുന്ന. അതിനുശേഷം 4-ാമത്തെ മൃഗത്തിന്റെ തലയിൽ നിന്നും പൊങ്ങി വരുന്ന ഒരു ചെറിയ കൊമ്പിനെ ദാനിയേൽ പ്രവാചകൻ കാണുന്നു. 3 കൊമ്പുകളെ വേരോടെ പിഴുതെറിഞ്ഞുകൊണ്ട് പൊങ്ങി വരുന്നതായിട്ടുള്ള ഒരു ചെറിയ കൊമ്പിനെ ദാനിയേൽ പ്രവാചകൻ കാണുന്നു. തിരുവചനാടിസ്ഥാനത്തിൽ കൊമ്പുകളും രാജ്യങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന് കാണുവാൻ സാധിക്കാം. അതിനുശേഷം ദാനിയേൽ പ്രവാചകൻ കാണുന്നതായിട്ടുള്ള ദർശനത്തെയാണ് നമ്മൾ കണ്ടത്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങളിൽ തിരുവചനം പറയുന്നു, ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വച്ചു. സ്വർഗീയ ദർശനത്തെയാണ് ഇവിടെ ദാനിയേൽ പ്രവാചകൻ കാണുന്നത്. ഭൂമിയിൽ സംഭവിക്കുന്ന 4 മൃഗങ്ങൾ അല്ലെങ്കിൽ 4 രാജാക്കന്മാരുടെ വാഴ്ചയ്ക്കൊടുവില് ചെറിയ കൊമ്പ് എന്ന് പറയുന്ന പാപ്പത്വ ശക്തി കടന്നു വരികയും അതിന്റെ അവസാനത്തിൽ സ്വർഗത്തിൽ ന്യായവിസ്താര സഭ ആരംഭിക്കുന്നതിനെ കുറിച്ച്, സ്വർഗീയ കോടതി കൂടുന്നതിനെ കുറിച്ച് സ്വർഗത്തിലെ കോടതിയുടെ ദർശനത്തെ ദാനിയേൽ പ്രവാചകൻ തന്റെ ദർശനത്തിൽ കാണുന്നു. ദാനിയേൽ പ്രവാചകൻ ബാബിലോണിലായിരുന്നു കൊണ്ട് ഇവിടെ ദാനിയേൽ പ്രവാചകൻ നോക്കുമ്പോൾ 4 മൃഗങ്ങൾക്ക് ശേഷം 4-ാമത്തെ മൃഗത്തിന്റെ തലയിൽ 10 കൊമ്പുകൾ കാണുന്നു. അതിന് 10 കൊമ്പുകളിൽ 3 കൊമ്പുകളെ മറിച്ചിട്ടുകൊണ്ട് മറ്റൊരു കൊമ്പ് ഉടലെടുക്കുന്നു. അതിനുശേഷം തിരുവചനം പറയുന്നു, ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വച്ചു.
സ്വർഗത്തിലെ ദൈവം മാനവകുലത്തിന് ന്യായവിധി നടത്തുന്ന വിധങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സ്വർഗത്തിലെ ദൈവം ന്യായാസനങ്ങളെ വച്ച ഈ മൃഗങ്ങൾക്കും അതുപോലെ തന്നെ ചെറിയ കൊമ്പിനും ന്യായവിധി നടത്തുന്നതായിട്ടുള്ള കാര്യങ്ങളെ ദാനിയേൽ പ്രവാചകൻ തന്റെ ദർശനത്തിൽ കാണുന്നു. ഇവിടെ തിരുവചനം പറയുന്നു, അവർ ന്യായാസനങ്ങളെ വച്ചു, വയോധികനായ ഒരുവൻ ഇരുന്നു. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മല ആട്ടുരോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു എന്ന് തിരുവചനം പറയുന്ന ഏറ്റവും ഭയപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു ദർശന മാനവകുലത്തിന്റെ ന്യായവിസ്താരത്തെ കുറിച്ച് ദാനിയേൽ പ്രവാചകൻ തന്റെ ദർശനത്തിൽ കാണുന്നു. അവിടെ ന്യായാസനങ്ങളെ വയ്ക്കുന്നു. ഒരു സിംഹാസനമല്ല കാണുന്നത്, ന്യായാസനങ്ങൾ, ഒന്നിലധികം സിംഹാസനങ്ങൾ കാണുന്നു. ആ സിംഹാസനത്തിൽ വയോധികനായ ഒരുവൻ ഇരിക്കുന്നു. വയോധികൻ എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം സിംഹാസനത്തിലിരിക്കുന്നു, മാനവകുലത്തിന്, ലോകത്തിന് ന്യായവിധി നടത്തുവാൻ. നമ്മള് വെളിപ്പാട് പുസ്തകം 14 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ ഈ ലോകത്തിൽ അറിയിക്കുവാനുള്ള അന്ത്യന്യായവിധിയെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ ലോകത്തോട് വിളിച്ചു പറയുവാനുള്ള 3 ദൂതുകളെ കുറിച്ച് തിരുവചനം പറഞ്ഞിരിക്കുന്ന മത്തായിയുടെ സുവിശേഷം 24 അധ്യായം അതിന്റെ 14 വാക്യം തിരുവചനം പറയുന്നു, രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവ് ഈ ഭൂമിയിൽ സമാഗതമാകണമെങ്കിൽ മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തില് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ക്രിസ്തുവിനോട് ചോദിക്കുകയാണ്, അങ്ങോട്ട് വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന്. ആ സമയത്ത് കർത്താവായ യേശുക്രിസ്തു നിരവധി കാര്യങ്ങൾ പറയുന്ന കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ ഈ ലോകത്തെ തെറ്റിക്കുമെന്ന്, ഇതാ ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ വന്ന് ക്രിസ്തുവിന്റെ നാമമെടുത്ത് ഈ ലോകത്തിലുള്ള സകലരെയും തെറ്റിക്കുമെന്ന് തിരുവചനം പറയുന്ന. അതോടൊപ്പം തിരുവചനം കർത്താവായ യേശുക്രിസ്തു തന്നെ സുഭിച്ചതായിട്ടുള്ള ജനങ്ങളോട് പറയുന്നു, നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെക്കുറിച്ചും കേൾക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. ജാതിയോടും രാജ്യത്തോടും എതിർക്കും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. അതോടൊപ്പം ദൈവത്തിന്റെ ജനം നേരിടുവാനിരിക്കുന്ന വലിയ പീഡനത്തെ കുറിച്ചൊക്കെയും തിരുവചനം പറയുന്ന. അതോടൊപ്പം കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭം അത്രേ. അപ്പോൾ ഇതൊന്നുമല്ല കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ്. ക്രിസ്തുവിന്റെ വരവിന് മുമ്പായിട്ട് മുന്നോടിയായിട്ടാണ് ഈ സംഭവ വികാസങ്ങളൊക്കെയും ഉണ്ടാകുന്നത്. എന്നാൽ ക്രിസ്തുവിന്റെ വരവ് എപ്പോൾ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടണം. രാജ്യത്തിന്റെ ഏത് സുവിശേഷമാണ് ഈ ലോകത്ത് അറിയിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, വെളിപ്പാട് പുസ്തകം 14 അധ്യായം അതിന്റെ 6 വാക്യം, വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് വെളിപ്പാടുകാരനായ യോഹന്നാൻ കാണുന്നു. ഭൂവാസികളായ സകല ജാതിയും ഭാഷയും ഗോത്രവും വംശവുമായവരോട് അറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്ന. ആ നിത്യ സുവിശേഷം ലോകമെമ്പാടും എത്തുമ്പോഴാണ് ക്രിസ്തുവിന്റെ വീണ്ടും വരവ് സമാഗതമാകുന്നത്. ആ നിത്യ സുവിശേഷത്തിൽ പറയുന്നു, ഒന്നാമതായിട്ട് ദൈവത്തെ ഭയപ്പെട്ട ദൈവത്തിന് മഹത്വം കൊടുപ്പിൻ, അവന് ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിനെന്ന് ഒന്നാമത്തെ ദൂതനെ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ, രണ്ടാമത്തെ ദൂതൻ പറയുന്നു, വീണുപോയി. തന്റെ ദുർനടപ്പിന്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹതിയാം ബാബിലോൺ വീണുപോയി. മൂന്നാമത്തെ ദൂതൻ അവരുടെ പിന്നാലെ ചെന്ന് വിളിച്ചു പറയുകയാണ്, മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിച്ച് കൈമേലോ നെറ്റിമേലോ മുദ്രയേൽക്കുന്നവനേവനും ദൈവത്തിന്റെ ക്രോധമദ്യം കുടിക്കേണ്ടി വരാം. അപ്പോൾ ഇന്ന് രാത്രികാലം നാം എടുക്കേണ്ടതായിട്ടുള്ള തീരുമാനം, ദൈവത്തിന്റെ മുദ്ര വേണമോ മൃഗത്തിന്റെ മുദ്ര വേണമോ എന്നാണ്. കാരണം ഒന്നാമത്തെ ദൂതൻ വിളിച്ചു പറയുന്നു, അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്ന.
1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം, ദൈവത്തിന്റെ വചനം ചോദിക്കുകയാണ്, ദൈവത്തിന്റെ ന്യായവിധി ദൈവത്തിന്റെ ഗൃഹത്തിൽ ആരംഭിച്ചാൽ ദൈവകൽപ്പനകൾ അനുസരിക്കാത്തവരുടെ അവസ്ഥ എന്താവും? അപ്പോൾ ദൈവത്തിന്റെ ന്യായവിധി ആരംഭിക്കുന്നത് ദൈവഗൃഹത്തിലാണ്, അല്ലെങ്കിൽ സ്വന്തം ജനത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. രാജ്യത്തിന്റെ സുവിശേഷം ഈ ലോകത്ത് അറിയിക്കുവാൻ പോകുന്ന സമയത്ത് ദൈവം പറയുന്നു, ആദ്യം യഹൂദയിലും പിന്നെ യെരൂശലേമിലും ശമര്യയിലും ലോകത്തിന്റെ അറ്റത്തോളവും. ഇവിടെ ദൈവത്തിന്റെ ന്യായവിധി ആരംഭിക്കുവാൻ പോകുന്നതും ദൈവഗൃഹത്തിൽ സ്വന്തം ജനത്തിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ. ദൈവമില്ല എന്ന്, അല്ലെങ്കിൽ ദൈവത്തിന് വിരുദ്ധമായ ഒരു തലമുറ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവം ഈ ലോകത്തോട് വിളിച്ചു പറയുന്നു, ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പേൻ. കാരണം ദൈവത്തിന്റെ ന്യായവിധി സ്വർഗീയ സിംഹാസനത്തിൽ, സ്വർഗീയ കോടതിയിൽ ആരംഭിച്ചിരിക്കുന്നു എന്ന് തിരുവചനം പറയുന്നു. അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു എന്നാണ് തിരുവചനം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ദൈവം കാലാകാലങ്ങളിൽ ഈ ലോകത്തെ ന്യായം വിധിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ പ്രവാചകന്മാരിലൂടെ ആ ന്യായവിധിയുടെ ദൂതിനെ ലോകത്ത് അറിയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കാം. ആമോസിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം പറയുന്നു, യഹോവയായ കർത്താവ് തന്റെ പ്രവാചകന്മാരായിരിക്കുന്ന ദാസന്മാർക്ക് തന്റെ രഹസ്യത്തെ വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല എന്ന്. അപ്പോൾ കാലാകാലങ്ങളിൽ ലോകത്ത് ന്യായവിധി ഉണ്ടാകുന്നതിന് മുമ്പ്, ദൈവം ലോകത്തെ വിധിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ പ്രവാചകന്മാരിലൂടെ ദൈവം മുന്നറിയിപ്പിൻ ദൂതുകളെ നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കാം. നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യനോട് പറയുന്നു, തോട്ടത്തിന്റെ നടുവിലെ നന്മ തിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം നീ ഭക്ഷിക്കരുത്, ഭക്ഷിച്ചാൽ ഭക്ഷിക്കുന്ന നാളിൽ നീ മരിക്കും. ദൈവം മുന്നറിയിപ്പ് നൽകുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. എന്നാൽ നിർഭാഗ്യവശാൽ മനുഷ്യൻ ആ മുന്നറിയിപ്പിനെ അവഗണിച്ച് പാപത്തെ ശിരസ വഹിക്കുന്നതായിട്ട് തിരുവചനം രേഖപ്പെടുത്തുന്ന ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നോഹയുടെ സമയത്ത് ദൈവം നോഹയെ വിശ്വസ്തനായിട്ടും നീതിമാനായും കണ്ടു. നോഹയോട് പറയുന്നു, നോഹേ, നീ ഒരു പെട്ടകമുണ്ടാക്കണം. പെട്ടകമുണ്ടാക്കുന്നതോടൊപ്പം 120 വർഷക്കാലം നോഹ ഈ ലോകത്തോട് പ്രസംഗിച്ചു, ജലപ്രളയം വരാൻ പോകുന്നു, പെട്ടകത്തിൽ കയറുന്നവർ രക്ഷ പ്രാപിക്കാം. ഇവിടെ നോഹ പെട്ടകമുണ്ടാക്കുന്നതോടൊപ്പം രാജ്യത്തിന്റെ സുവിശേഷം ശക്തമായി അറിയിച്ചു കൊണ്ടിരുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. എന്നാൽ അതിന്റെ അവസാനത്തിലേക്ക് കടന്നു വരുമ്പോൾ നോഹയും കുടുംബവും മാത്രം, 8 പേർ മാത്രം പെട്ടകത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. ഇതുപോലെ കാലാകാലങ്ങളിൽ ദൈവത്തിന്റെ പ്രവാചകന്മാരിലൂടെ ദൈവം സ്വർഗത്തിൽ ന്യായവിസ്താരം ആരംഭിക്കുന്നതിന് മുമ്പ് മുന്നറിയിപ്പിൻ ദൂതുകളെ നൽകുന്നതായിട്ട് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്ന സോദോം ഗോമോറ പട്ടണത്തിന്റെ നാശത്തിന് മുമ്പ് സ്വർഗത്തിലെ ദൈവം അബ്രഹാമിലൂടെ അത് അറിയിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. ദൂതന്മാരിലൂടെ ലോത്തിനെ സംരക്ഷിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. യെരൂശലേം ദേവാലയത്തിന്റെ നാശത്തിന് മുമ്പ് ദൈവം പ്രവാചകന്മാരിലൂടെ, യിരെമ്യാ പ്രവാചകനിലൂടെ അത് അറിയിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. ബാബിലോൺ സാമ്രാജ്യത്തിന്റെ പതനത്തിന് മുമ്പ് ദൈവം അതിനെക്കുറിച്ച് ശ്രേഷ്ഠ പ്രവാചകന്മാരിലൂടെ അറിയിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. നിനവേ പട്ടണത്തെ നശിപ്പിക്കുന്നതിന് മുമ്പ് യോനാ പ്രവാചകനിലൂടെ നിനവേ ദേശത്ത് രാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ അതിന് വരുവാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് ദൈവം നോഹ പ്രവാചകനിലൂടെ അറിയിക്കുന്നതായിട്ട്, യോനാ പ്രവാചകനിലൂടെ അറിയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കാം. ഒരു ന്യായവിധിയും സ്വർഗത്തിൽ ആരംഭിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ പ്രവാചകന്മാരിലൂടെ മുന്നറിയിപ്പ് നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കാം. ഈ അന്ത്യനാളുകളിൽ ക്രിസ്തുവിന്റെ വരവിന് മുമ്പ് ഈ ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ച്
ദൈവം ഈ ലോകത്തോട് വിളിച്ചു പറയുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവത്തിന്റെ ജനമാണ് നാം ഓരോരുത്തരും. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും സ്വന്തം ജനവുമാണ് നാം ഓരോരുത്തരും. നമ്മയാണ് ഈ രാജ്യത്തിന്റെ സുവിശേഷം ലോകത്ത് അറിയിക്കുവാൻ ദൈവം വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ ന്യായവിധി ലോകത്തുണ്ടാകുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് ഈ ലോകത്ത് അറിയിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ആമോസിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നോഹ പ്രവാചകനെയും യോന പ്രവാചകനെയും ഇരമ്യ പ്രവാചകനെയൊക്കെയും തിരഞ്ഞെടുത്ത് ലോകത്ത് ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ച് ഘോഷിക്കുവാൻ തിരഞ്ഞെടുത്തതുപോലെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് കൃത്യമായിട്ട് ദൈവത്തിന്റെ ന്യായവിധി ലോകത്തുണ്ടാകുന്നതിന് മുമ്പ് ആ ന്യായവിധിയുടെ സുവർത്തമാനം ഈ ലോകത്ത് അറിയിക്കേണ്ടവരാണെന്ന്. കാരണം അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്ന ഇവിടെ സ്വർഗീയ ദർശനത്തിൽ ദാനിയേൽ പ്രവാചകൻ തന്റെ ദർശനത്തിൽ കാണുന്നു സ്വർഗീയ കോടതി എപ്രകാരമാണ് എന്നും ആ സ്വർഗീയ കോടതിയിൽ ആരൊക്കെയാണ് ഇരുന്ന മനുഷ്യന് ന്യായം വിധിക്കുന്നത് എന്ന് ഇവിടെ തിരുവചനം പറയുന്നു. ദാനിയേൽ പ്രവാചകൻ നോക്കിക്കൊണ്ടിരിക്കെ സ്വർഗത്തിലെ ദൈവം ന്യായാസനങ്ങളെ വച്ചു എന്ന ആ ന്യായാസനത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇരുന്ന മനുഷ്യന് ന്യായവിസ്താരം നടത്തുന്നു എന്ന് കാണുവാൻ സാധിക്കും. ഇവിടെ വയോധികനായ ഒരുവൻ ഇരുന്നു എന്നും അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥങ്ങൾ കത്തുന്ന തീയും ആയിരുന്നു എന്ന് തിരുവചനം പറയുന്നു. തുടർന്ന് തിരുവചനം പറയുന്നു, ഒരു അഗ്നി നദി അവന്റെ മുന്നിൽ നിന്ന് പുറപ്പെട്ടൊഴുകി 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന്റെ മുൻപാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്ന്. ഇവിടെ 1000 പേർ 10,000 പേർ സ്വർഗത്തിലെ ദൈവത്തിന് പിതാവായ ദൈവത്തിന് ശുശ്രൂഷ ചെയ്തു എന്ന് തിരുവചനം പറയുന്നു. ആരാണ് ഈ 1000 പേർ അല്ലെങ്കിൽ 10,000 പേർ എന്ന് നാം ചിന്തിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതന്മാരാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും ദൈവത്തിന്റെ ദൂതന്മാരാണ് ദൈവം മുമ്പാകെ ന്യായവിസ്താരത്തിന്റെ സമയത്ത് ദൈവത്തിന് വേണ്ടി ശുശ്രൂഷകൾ ചെയ്തിരുന്നത് എന്ന്. നാം ചെയ്യുന്നതായിട്ടുള്ള ഓരോ പ്രവൃത്തിയും സ്വർഗത്തിലെ ദൈവം കാണുന്നു എന്നതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ ദൈവം നമ്മുടെ പ്രവൃത്തികൾ കാണുക മാത്രമല്ല, ദൈവത്തിന്റെ ദൂതന്മാർ നമ്മുടെ പ്രവൃത്തികളെ സ്വർഗീയ പുസ്തകത്തിൽ എഴുതി സൂക്ഷിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കാം. ഇവിടെ ദൈവത്തിന്റെ ദൂതന്മാരാണ് ദൈവത്തിന്റെ ന്യായവിസ്താരം, സ്വർഗത്തിലെ ന്യായവിസ്താരത്തിൽ ദൈവത്തോടൊപ്പം അസിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ദൈവത്തോടൊപ്പമായിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി സാക്ഷികളായി നിൽക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കാം. അതോടൊപ്പം തന്നെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും അതിന്റെ താഴത്തെ ഭാഗത്ത് പറയുന്നു ന്യായവിസ്താര സഭ ഇരുന്നു എന്നും പുസ്തകങ്ങൾ തുറന്നു എന്നാണ്. സ്വർഗത്തില് 3 പുസ്തകങ്ങളുണ്ട് എന്ന് തിരുവചനം രേഖപ്പെടുത്തുന്ന ഓർമ്മയുടെ പുസ്തകം, അകൃത്യങ്ങളുടെ പുസ്തകം, അതുപോലെ തന്നെ ദ ബുക്ക് ഓഫ് ലൈഫ് ജീവ പുസ്തകം. ഓർമ്മയുടെ പുസ്തകം നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെയും അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കും. മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ഓർമ്മയുടെ പുസ്തകത്തിൽ നമ്മുടെ സകല കാര്യങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കാം. എന്നാൽ അകൃത്യങ്ങളുടെ പുസ്തകത്തില് നമ്മുടെ പാപങ്ങൾ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കാം. നാം ചെയ്യുന്നതായിട്ടുള്ള തീയതായിരിക്കുന്ന തിന്മ പ്രവൃത്തികളൊക്കെയും അകൃത്യങ്ങളുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കാം. എന്നാൽ ജീവപുസ്തകത്തിൽ നമ്മുടെ പേരുണ്ട് എങ്കിൽ നമുക്കൊരോരുത്തർക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ സാധിക്കാം.
വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 12, 15 വാക്യങ്ങളും വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യവും വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ ഉണ്ട് എങ്കിൽ നമ്മൾ ദൈവരാജ്യം പ്രാപിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മുടെ പേര് ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതുന്നതിലോ നമ്മുടെ പേര് അകൃത്യങ്ങളുടെ പുസ്തകത്തിൽ എഴുതുന്നതിലോ അല്ല, നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി നാം പ്രയത്നിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി പരമാവധി ശ്രമിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അപ്പോ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെയും സ്വർഗത്തിലെ ദൂതന്മാർ തങ്ങളുടെ പുസ്തകങ്ങളിൽ എഴുതി സൂക്ഷിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കും. ആ ന്യായവിസ്താരം നടക്കുന്നതായിട്ടുള്ള സമയത്ത് നമ്മുടെ പുസ്തകങ്ങൾ തുറന്നു പരിശോധിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് രക്ഷ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കാം. ഇനി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ശിക്ഷാവിധി ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം മനുഷ്യനെ ന്യായം വിധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ന്യായവിസ്താരം ഉണ്ടാകുന്നത് എന്ന്. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുന്നവരെ പോലെ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുക. അപ്പോൾ ദൈവത്തിന്റെ ന്യായവിധിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം ദൈവകൽപ്പനകളാലാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ അധിവസിക്കുന്നതായിട്ടുള്ള ഈ ദേശത്ത്, ഇന്ത്യ മഹാരാജ്യത്തിന് ഇന്ത്യയുടേതായിട്ടുള്ള നിയമസംഹിതകളുണ്ട്. ആരാണ് ആ നിയമസംഹിതകൾ എഴുതിയത് എന്നും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതികളിൽ ന്യായവിസ്താരങ്ങൾ നടക്കുന്നതും ആ നിയമത്തിന്റെ ലംഘനത്തിനാണ് മനുഷ്യന് ശിക്ഷാവിധി നൽകുന്നതെന്നും കാണുവാൻ സാധിക്കാം. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമായി ഓരോ പൗരനും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഇന്ത്യയിലെ പൗരന്മാർക്കാണ് ഇന്ത്യൻ ഭരണഘടന ശിക്ഷകൾ നൽകുന്നത്. അതുപോലെ തന്നെയാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ രാജ്യത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നതായിട്ടുള്ള നിയമസംഹിതകളുണ്ട്. ആ നിയമസംഹിതകളെ കുറിച്ച് നമ്മൾ കൃത്യമായി പഠിച്ചാൽ അവിടെ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുന്നവരെ പോലെ. ആ സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്തെ കുറിച്ച് ചിന്തിച്ചാൽ ദൈവത്തിന്റെ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നത് ഈ നിയമസംഹിതകളാണ്. ദൈവത്തിന്റെ കൽപ്പനകളാലാണ് അടിസ്ഥാനമിട്ടിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തില് സ്വർഗീയ ദർശനത്തിൽ വെളിപ്പാടുകാരനായ യോഹന്നാൻ പറയുന്നു, ദൈവത്തിന്റെ ആലയം തുറന്നിരിക്കുന്നതും ദൈവത്തിന്റെ നിയമപ്പെട്ടകം അവിടെ പ്രത്യക്ഷമാകുന്നതും വെളിപ്പാടുകാരനായ യോഹന്നാൻ കാണുന്നു. ആ നിയമപ്പെട്ടകത്തിനുള്ളിലിരിക്കുന്ന കൽപ്പനകളുടെ അടിസ്ഥാനത്തിലാണ് ദൈവം മനുഷ്യന് ന്യായം വിധിക്കുന്നത്. കാരണം 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ട്രാൻസ്ഗ്രഷൻ ഓഫ് ലോ ഈസ് സിൻ. ദൈവത്തിന്റെ കൽപ്പനകളുടെ ലംഘനം പാപമാണ് എന്ന് തിരുവചനം പറയുന്ന. അതുപോലെ സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 13, 14 വാക്യങ്ങൾ പറയുന്നു, എല്ലാത്തിന്റെയും സാരം കേൾക്കുക. തുടർന്ന് എന്താണ് തിരുവചനം പറയുന്നത്? സഭാപ്രസംഗി 12-ന്റെ 13, 14 വാക്യം. ആകയാൽ എല്ലാത്തിന്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ടോ അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളുവിനെന്നാണ് തിരുവചനം പറയുന്നത്. അപ്പോൾ ദൈവകൽപ്പനകളുടെ അടിസ്ഥാനത്തിലാണ് ദൈവം മനുഷ്യനെ ന്യായം വിധിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കാം. അപ്പോൾ സ്വർഗത്തിലെ ന്യായവിധിയിൽ ദൈവം ന്യായം വിധിക്കുന്നതിൻ്റെ അളവുകോൽ എന്ന് പറയുന്നത് ദൈവകൽപ്പനകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് തിരുവചനം പറയുന്ന. ഇനി നമ്മുടെ പ്രവൃത്തിക്ക് മാത്രമല്ല ദൈവം നമുക്ക് ശിക്ഷ നൽകുന്നത്,
മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യം ആരെങ്കിലും വായിച്ചാട്ടെ. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 36-37 വാക്യം വായിച്ചാട്ടെ. അവിടെ തിരുവചനം പറയുന്നു, ആ ആ ഇവിടെ തിരുവചനം പറയുന്നു, മനുഷ്യൻ പറയുന്ന ഏതു നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ ന്യായം വിധിക്കേണ്ടി വരും, അല്ലെങ്കിൽ അവന് ന്യായവിധി ഉണ്ടാകും എന്ന്. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾക്ക് മാത്രമല്ല, നമ്മുടെ സംസാരങ്ങൾക്കും നമ്മുടെ ചിന്തകൾക്ക് പോലും സ്വർഗത്തിലെ ദൈവം ന്യായവിധി നടത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ലൂസിഫറിനെ കുറിച്ച് തിരുവചനം പറയുന്നത് യെശയ്യാപ്രവചനം 14-ാം അധ്യായത്തില്, അരുണോദയപുത്രനായിരിക്കുന്ന ശുക്ര, നീ എങ്ങനെ നിലത്ത് വീണോ? ഞാൻ സ്വർഗത്തിൽ കയറും, അത്യുന്നതന് സമനാകുമെന്ന് അല്ലോ നീ നിന്റെ ഹൃദയത്തിൽ പറഞ്ഞത്. മനുഷ്യന്റെ ചിന്തകൾക്ക്, മനുഷ്യന്റെ വാക്കുകൾക്ക്, മനുഷ്യന്റെ പ്രവൃത്തികൾക്കൊക്കെയും ന്യായവിസ്താര ദിവസത്തിൽ ന്യായവിധി ഉണ്ടാകുമെന്ന് തിരുവചനം പറയുന്നു. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങളുടെ വാക്കുകൾ ഉവ്വ് ഉവ്വ് എന്നും അല്ല അല്ല എന്നുമായിരിക്കണം. നമ്മുടെ പ്രവൃത്തികൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതായിരിക്കണം, ദൈവകൽപ്പനകൾ അനുസരിക്കുന്നതാകണം, ദൈവഹിതപ്രകാരം ജീവിക്കുന്നതായിരിക്കണം. ഇല്ല എങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ന്യായവിസ്താര സഭ ഇരുന്നപ്പോൾ ഒരു അഗ്നി നദി അവന്റെ സിംഹാസനത്തിൽ നിന്നും ഒഴുകുന്നതായിട്ട് വെളിപാടുകാരനായ യോഹന്നാൻ കാണുന്നു. ആ അഗ്നി നദിയിൽ നമ്മുടെ ജീവിതം അവസാനിച്ചു പോകുക. ആ അഗ്നി നദിയിൽ നമ്മുടെ ജീവിതം അവസാനിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ദൈവകൽപ്പനകൾ പ്രമാണിക്കുന്നവരായിരിക്കണം. നമ്മുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണം. നമ്മുടെ ചിന്തകൾ ദൈവഹിതപ്രകാരമുള്ളതായിരിക്കണം. കാരണം അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീഞ്ഞിയതാകില്ല, അതിന് തക്കവണ്ണം പ്രാപിക്കുവാൻ നാം ദൈവത്തിന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വയോധികനായിരിക്കുന്ന പിതാവായ ദൈവത്തിന്റെ സിംഹാസനത്തിനു മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു എന്ന് തിരുവചനം പറയുന്ന. നമുക്കൊരു വാക്യം കൂടി വായിച്ച് ഈ ഭാഗം അവസാനിപ്പിക്കാം. സഭാപ്രസംഗിയുടെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. സഭാപ്രസംഗിയുടെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. ഇവിടെ തിരുവചനം പറയുന്നു, നിനക്ക് ചെയ്യുവാൻ സംഗതി വരുന്ന കാര്യമൊക്കെയും നീ ശക്തിയോടെ ചെയ്യുക. കാരണം ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു അവസ്ഥയുണ്ട്, മരണത്തിൻ്റെതായിട്ടുള്ള അവസ്ഥ. നീ ചെല്ലുന്ന പാതാളത്തിൽ, മരണത്തിൽ, അവിടെ പ്രവൃത്തിയോ സൂത്രമോ ഒന്നുമില്ല എന്ന് തിരുവചനം പറയുന്ന. അതുകൊണ്ട് നമ്മുടെ മൂക്കിൽ ദൈവത്തിന്റെ ശ്വാസം ഇരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യുവാൻ സംഗതി വരുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെയും നാം ശക്തിയോടെ ചെയ്യുക എന്നാണ് തിരുവചനം പറയുന്നത്. നമുക്കറിയാം, മരണക്കിടക്കയിലായിരിക്കുന്നതായിട്ടുള്ള അനേകം ആളുകളും പറയുന്നതായിട്ടുള്ള കാര്യമാണ്, എനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുണ്ടായിരുന്നു. എൻ്റെ മക്കളുടെ പഠന കാര്യം, എൻ്റെ മക്കളുടെ വിവാഹ കാര്യം എന്ന് തുടങ്ങിയ അനേകം ലിസ്റ്റുകൾ ഇങ്ങനെ നിരത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കും. കാരണം ഞാൻ ജീവിച്ചിരുന്ന കാലത്തൊക്കെയും ഈ ലോകമോഹ സുഖങ്ങൾക്ക് വേണ്ടി ജീവിച്ചു, മദ്യപാനത്തിന്റെയും മറ്റു കാര്യങ്ങളുടെ ഒക്കെയും അവസ്ഥയിലായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ രോഗിയായി തീർന്നു, എനിക്ക് ചെയ്യുവാനുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യുവാൻ സാധിച്ചില്ല. എന്നാൽ ഇവിടെ തിരുവചനം പറയുന്നു, നിനക്ക് ചെയ്യുവാൻ സംഗതി വരുന്ന കാര്യങ്ങളൊക്കെയും നീ ശക്തിയോടെ ചെയ്യുക. എങ്ങനെ ചെയ്യാനാണ് പറയുന്നത്? വളരെ ശക്തിയോടെ ചെയ്യുക. കാരണം ഇത് കഴിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഒരു അവസ്ഥയുണ്ട്, മരണമെന്ന് പറയുന്നതായിട്ടുള്ള അവസ്ഥയെ തിരുവചനം ഉറക്കത്തോടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ നീ മരണത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ നിനക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. എന്നാൽ ചെയ്യുവാനുള്ള കാര്യങ്ങൾ ശക്തിയോടെ ചെയ്തതായിട്ടുള്ള ചില വ്യക്തികളെ കുറിച്ച് തിരുവചനം പറയുന്ന. ഒന്നാമതായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, തന്റെ നിര്യാണ കാലം അടുത്തിരിക്കുന്ന സമയത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ ഇപ്പോൾ തന്നെ പാനീയ യാഗമായി അർപ്പിക്കപ്പെട്ടിരിക്കുന്നു.
തന്റെ ജീവിതം പൂർണ്ണമായും ക്രിസ്തുവിൽ സമർപ്പിച്ച പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ ഇപ്പോൾ തന്നെ പാനീയയാഗമായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. പാനീയയാഗത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, യാഗങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠയാഗം പാനീയയാഗത്തിന്റെ ഒരു കണിക പോലും പുറത്തു പോകുകയില്ല. പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടതായിട്ടുള്ള ഒരു അവസ്ഥ. പൗലോസ് അപ്പോസ്തലൻ പൂർണ്ണമായും തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചപ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ നിര്യാണ സമയത്ത് പൗലോസ് അപ്പോസ്തലന് പറയുവാൻ കഴിഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി ഞാൻ പ്രാപിക്കാൻ പോകുന്നത് നീതിയുടെ കിരീടമാണ്. അത് കർത്താവായ യേശു ക്രിസ്തു, നീതി സൂര്യനായിരിക്കുന്ന ക്രിസ്തു, ഈ ലോകത്തിന് ന്യായം വിധിക്കുവാൻ രണ്ടാമത് വീണ്ടും വരുന്ന സമയത്ത് ഞാൻ മരണത്തിൽ നിന്നും ഉയർക്കും. പാതാള ഗോപുരങ്ങളെ ജയിച്ച കർത്താവായ യേശു ക്രിസ്തു എന്നെയും മരണത്തിൽ നിന്നും ഉയർത്തും. ആ സമയത്ത് എന്റെ തലയിൽ ക്രിസ്തു നീതിയുടെ കിരീടം നൽകാം. അതിന് നാമും പാനീയയാഗമായി അർപ്പിക്കപ്പെടേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. നമുക്ക് ചെയ്യുവാൻ സംഗതി വരുന്ന കാര്യങ്ങളൊക്കെയും നമ്മൾ ശക്തിയോടുകൂടെ, വളരെ ശക്തിയോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ ചെയ്യേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഇവിടെ തിരുവചനം പറയുന്നു, സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുന്നവരെ പോലെ നാം ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യം, നമുക്കൊരു ന്യായവിധിയുടേതായിട്ടുള്ള അനുഭവമുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താൽ, അല്ലെങ്കിൽ ദൈവകൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ ദൈവം നമ്മെ ന്യായം വിധിക്കുന്ന സമയത്ത് നമ്മുടെ പ്രവൃത്തികളെയും നമ്മുടെ ചിന്തകളെയും നമ്മുടെ സംസാരങ്ങളെയും ന്യായം വിധിക്കുന്ന സമയത്ത് നമ്മൾ കുറ്റമില്ലാത്തവരായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ ദൈവകൽപ്പനകൾ പ്രമാണിക്കുന്നവരായിരിക്കണം. നമ്മുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വന്നതായിരിക്കണം. നമ്മുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കണം. ഇവിടെ 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ തിരുവചനം പറയുന്നു, എന്നെ വിളിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ജനം, സ്വർഗത്തിലെ ദൈവം വിളിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിൽ നിന്നും അത് കണ്ട് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മൾ അധിവസിച്ചിരിക്കുന്നതായിട്ടുള്ള ദേശത്തിന് സൗഖ്യം വരുത്തുമെന്ന് തിരുവചനം പറയുന്ന, നമ്മിലൂടെ നമ്മുടെ ദേശത്തിന് സൗഖ്യമുണ്ടാകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം, ഒന്നാമതായിട്ട് നാം നമ്മെ തന്നെ താഴ്ത്തി ദൈവത്തോട് പ്രാർത്ഥിച്ച ആ ദൈവത്തിന്റെ മുഖം അന്വേഷിച്ച് നമ്മുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞാൽ നാം അധിവസിക്കുന്നതായിട്ടുള്ള ദേശവും അനുഗ്രഹിക്കപ്പെടുമെന്ന് തിരുവചനം പറയുന്നു. അപ്രകാരമുള്ളതായിട്ടുള്ള ജനങ്ങളിലൂടെ ദൈവം ദേശത്തെ അനുഗ്രഹിക്കുമെന്ന് പറയുന്ന, അതുകൊണ്ട് നാം ദൈനംദിനം ഓർക്കേണ്ടതായിട്ടുള്ള കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഒരു ന്യായവിധിയുടെ അവസ്ഥയിലൂടെ നാം കടന്നു പോകേണ്ടതായിട്ടുണ്ട് എന്ന്. ആ ന്യായവിസ്താരത്തെ അതിജീവിക്കണമെങ്കിൽ ദൈവഹിത പ്രകാരമുള്ളൊരു ജീവിതം നയിക്കേണ്ടതായിട്ടുണ്ട് എന്ന് നാം ദൈനംദിനം ഓർക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ന്യായവിസ്താര സഭയ്ക്ക് മുന്നിൽ നമ്മൾ നിവർന്നു നിൽക്കണമെങ്കിൽ നമ്മുടെ അഡ്വക്കേറ്റ് അല്ലെങ്കിൽ നമ്മുടെ വക്കീൽ ആരായിരിക്കണം? കർത്താവായ യേശു ക്രിസ്തു ആയിരിക്കണം. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചതുകൊണ്ട്, കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളിൽ നിന്നും വീണ്ടെടുത്തതുകൊണ്ട്, നമുക്കോരോരുത്തർക്കും വേണ്ടി കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ തന്റെ അവസാന ശ്വാസവും നൽകിയതുകൊണ്ട്, തന്റെ ചങ്കിലെ ചോര നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പിളർ നൽകിയതുകൊണ്ട്, ആ ന്യായവിസ്താര സഭയിൽ നമ്മൾ നിവർന്നു നിൽക്കണമെങ്കിൽ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ മുറുകെ പിടിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, മറ്റൊരുവനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ടിരിക്കുന്ന മറ്റൊരു നാമവുമില്ല കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ. ആ ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആ ക്രിസ്തുവിനെ മുറുകെ പിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ
നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. കർത്താവ് യേശുക്രിസ്തു പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളാം. ആ ക്രിസ്തു നമ്മുടെ അഡ്വക്കേറ്റ് ആയിട്ട് സ്വർഗീയ കോടതിയിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി വാദിക്കണമെങ്കിൽ ആ ക്രിസ്തു പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകൾ നാം കാത്തുകൊള്ളാം. ദൈവം മുന്നമേ നമ്മെ സ്നേഹിച്ചു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിലൂടെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി രക്ഷാപദ്ധതി, നിത്യജീവൻ ഒരുക്കിയിരിക്കുന്ന ആ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ, ദൈവം നമ്മോട് കാണിച്ച സ്നേഹത്തെ തിരികെ കാണിക്കണമെങ്കിൽ ക്രിസ്തു പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകളെ നാം കാത്തുകൊള്ളണമെന്ന്. അപ്രകാരം ദൈവകൽപ്പനയും യേശുക്കളുടെ വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ടാണ് സ്വർഗത്തിന് ആവശ്യമെന്ന് തിരുവചനം പറയുന്ന. അതുകൊണ്ട് ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തിൽ വരുവാനിരിക്കുന്ന ന്യായവിസ്താരത്തെക്കുറിച്ച് ഓർത്ത് ആ ന്യായവിസ്താരത്തെ അതിജീവിക്കുവാൻ നമുക്ക് കർത്താവായ യേശു ക്രിസ്തു എന്ന ശ്രേഷ്ഠ പുരോഹിതന്റെ കരങ്ങളെ പിടിച്ചുകൊണ്ട് ആ ക്രിസ്തുവിനെ സ്നേഹിച്ച് ആ സ്നേഹത്തെ പ്രകടമാക്കുന്ന ദൈവകൽപ്പനകളുടെ അനുസരണമെന്ന ആ ശ്രേഷ്ഠതയിലൂടെ നമുക്ക് കടന്നുപോയി ആസന്നമായിരിക്കുന്ന ന്യായവിസ്താരത്തെ അതിജീവിക്കാൻ. അതിനായി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾ ഒരുമിക്കുന്നു. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയദാസനിലൂടെ നമ്മൾ ശ്രവിച്ചതായ അനുഗ്രഹമേറിയതായ ദൂതനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കഴിഞ്ഞ ദിവസം നാം കേട്ടതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ദൂതാണ് ഇന്ന് നമ്മൾ കേട്ടത്. ഇത് എത്ര പേർ ശരിക്കത് മനസ്സിലാക്കി എന്ന് നിങ്ങളെ തന്നെ വിലയിരുത്തുവാൻ ഞാൻ ഓർപ്പിക്കുന്നു. ഒരുപക്ഷെ വലിയ കോലാഹലങ്ങളോടുകൂടെ പ്രസംഗിക്കുന്നതായ പ്രസംഗങ്ങളാണ് പലർക്കും ഇഷ്ടമാകുന്നത്. എന്നാൽ അങ്ങനെയുള്ളൊരു പ്രസംഗമല്ല ഇത്. ഇത് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് മാത്രം പ്രസ്താവിക്കുന്നതായ സത്യങ്ങളാണ്. അത് അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ കടമയാണ്. തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ശ്രേഷ്ഠന്മാരായിരുന്ന ഒരു വിഭാഗമുണ്ട്. അവർ വചനം അങ്ങനെ തന്നെയോ എന്ന് എന്ത് ചെയ്തു? പരിശോധിച്ചു. പ്രിയദാസൻ ആദ്യം ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ഒരു ന്യായവിധി രംഗത്തെയാണ് ദാനിയേൽ എന്ന പ്രവാചകൻ കാണുന്നത്. ഒരു കോടതി. ഞാൻ 2 മിനിറ്റ് ഇത് എടുക്കുകയാണ്, നിങ്ങൾ ക്ഷമിക്കണം. ഒരു കോടതി രംഗം. അവിടെ ഒരു ജഡ്ജി, ഒരു ശ്രേഷ്ഠനായ ഒരു വിധികർത്താവ് അവിടെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരെയും അവിടെ കൊണ്ടുപോകും. നമ്മളെല്ലാവരും അവിടെ നിൽക്കും. അതുകൊണ്ടാണ് അപ്പോസ്തലൻ കൊരിന്ത്യരോട് പറയുന്നത്, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതും തീയതാകലും. ചിലർ പറയുന്നുണ്ട്, എൻ്റെ ശരീരം, എൻ്റെ പൈസ, എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ എന്ത് ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്തത് എന്തായാലും ശരി തന്നെ, പറഞ്ഞത് എന്തായാലും ശരി തന്നെ. നമ്മുടെ സഭാമൂപ്പൻ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ആരോട് പറയേണ്ടി വരും? എവിടെ ചെന്ന് പറയേണ്ടി വരും? ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ. അതാണ് ഇന്ന് ഇവിടെ വിശദമായി പരിശോധിച്ചത്. അതിലേറ്റവും പ്രധാനമായത് ദൈവത്തിന്റെ ന്യായവിധിയും ദൈവം തന്റെ സ്വന്തം വിരൽ കൊണ്ട് എഴുതിയതായ കൽപ്പനയും തമ്മിലുള്ളതായ, അതായത് ന്യായപ്രമാണവും തമ്മിലുള്ളതായ ബന്ധം. പലരും ഒന്ന് വിചാരിച്ചിരിക്കുന്നത് ന്യായപ്രമാണമൊക്കെ എന്ത് ചെയ്യുന്നു? എന്താ അമ്മയ്ക്ക് എന്തെങ്കിലും അറിയാമോ ന്യായപ്രമാണത്തെ സംബന്ധിച്ച്? ഒന്നും അറിയത്തില്ല. ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ദൈവം തന്റെ സ്വന്തം വിരൽ കൊണ്ട് എഴുതിയതായ 10 കൽപ്പനകളാണ്. അത് ആരനുസരിക്കണം? നമ്മെ സൃഷ്ടിച്ചതായ മനുഷ്യരായ ദൈവം പറയുന്നു, നമ്മളത് അനുസരിക്കണം. ഇനി ആ
ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബന്ധം എന്ന് പറയുന്നത് അന്ന് ന്യായം വിധിക്കുന്നത് ഈ മാനദണ്ഡം വെച്ചാണ്. ചിലർക്ക് ഇതൊന്നും പഠിപ്പിക്കത്തില്ല, ഇതൊന്നും കേൾപ്പിക്കുകയില്ല. നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മളത് അനുസരിക്കണം. മനുഷ്യനെ രണ്ട് കാര്യങ്ങളാണ് ദൈവം തൻ്റെ സ്വന്തം കരങ്ങൾ കൊണ്ട് ചെയ്തു. ഒന്ന്, മനുഷ്യനെ സ്വന്തം സാദൃശ്യപ്രകാരം ഉണ്ടാക്കി. രണ്ടാമത്തെ പ്രവൃത്തി എന്ന് പറയുന്നത് തൻ്റെ സ്വന്തം വിരൽ കൊണ്ട് ഈ മനുഷ്യൻ ഉണ്ടാക്കിയതായ മനുഷ്യൻ അനുസരിക്കുന്നതിന് വേണ്ടിയാണ് ഈ 10 കൽപ്പനകൾ എഴുതി കൊടുത്തത്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇത് എല്ലാവരുടെയും ഹൃദയത്തിൽ ഇത് ഉൾക്കൊള്ളേണ്ടതാണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്, ഇത് അനുസരിക്കേണ്ടത് തന്നെയാണ്. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഇത് വെച്ച് തന്നെയാണ് ന്യായം വിധിക്കുന്നത്. നമ്മുടെ ഡോക്ടർ അംബേദ്കർ എഴുതിയ ഭരണഘടന വെച്ചാണ് ഇന്ന് എന്ത് നടക്കുന്നത്, ഭരിക്കുന്നത്. അതേപോലെ ദൈവത്തിൻ്റെ ഈ 10 കൽപ്പന വെച്ചാണ് ന്യായം വിധിക്കുന്നത്. അതാണ് എൻ്റെ സത്യാവസ്ഥ. അത് മനസ്സിലാക്കുന്ന ഒരു ഉൾവിളി നിങ്ങൾക്കുണ്ടാകട്ടെ. അതാ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെയോ ഇത് പറഞ്ഞു തന്നതായ പ്രവാചകന്മാരെയോ, ചിലർ പറയുന്നു നീക്കിക്കളഞ്ഞു, നീങ്ങിപ്പോയി, അത് പഴയതായി, നമ്മൾ അനുസരിക്കണ്ട. ഒന്നുകൂടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഓവർടേക്ക് ചെയ്തതല്ല, നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത്, നിരൂപിക്കരുത്. ഞാൻ നീക്കുവാനല്ല ഞാൻ വന്നത്, നിവർത്തിക്കുക, ഫുൾഫിൽ, അതിനെ പൂർത്തീകരിക്കുവാൻ. അതനുസരിച്ച് ദൈവം കാണിച്ചു. അത് നമുക്ക് ഏറ്റെടുക്കാം ആ കൽപ്പനയെ. ഈ സ്വതന്ത്ര എഡിഷുകാർക്ക് പറയുവാനായിട്ടുള്ളതായ ഒരേ ഒരു ദൂതാണ്, ന്യായവിധിയുടെ ദൂതാണ്. അതാണ് ഇന്ന് ശ്രേഷ്ഠദാസൻ ഇന്ന് ഈ ദേശത്തോടും ചുരുക്കം പേരായിരിക്കുന്ന നമ്മോടും പറഞ്ഞു. ഇത് നമുക്ക് ഏറ്റെടുക്കാം. ഈ അനുഗ്രഹീതമായ ദൂത് നൽകിയതായ അവിടെ ദാസനെ ദൈവം കൂടുതലായി അനുഗ്രഹിക്കട്ടെ. ഇത് കുറച്ചു പേരൊക്കെ നമ്മുടെ ഈ വീഡിയോ വിഷനിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യൂത്തിൻ്റെ പ്രസിഡന്റ് പ്രിയ സഹോദരൻ അജി ഇത് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ സമയം ഈ ദൂത് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഈ ദൂത് നൽകിയതായ അവിടുത്തെ ദാസന് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാൻ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ശുശ്രൂഷയുടെ ഈ യോഗത്തിൻ്റെ അവസാനമായി നമ്മുടെ പാട്ടുപുസ്തകത്തിലെ കരുണയിൻ കാലങ്ങൾ മാറിടുമേ 885 പാട്ട് 885 നമുക്ക് നമ്മുടെ പ്രിയ കോറിനോടൊപ്പം ചേർന്ന് നമുക്ക് ഈ ഗാനം പാടി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയൻ കാലങ്ങൾ മാറിടുമേ, ഭയങ്കര ന്യായവിധി വന്നിടുമേ. കരുണയൻ കാലങ്ങൾ മാറിടുമേ, ഭയങ്കര ന്യായവിധി വന്നിടുമേ. അപ്പത്തിൻ വിശപ്പല്ല, വെള്ളത്തിൻ ദാഹമല്ല, ദൈവവചനത്തിന്റെ വിശപ്പു തന്നെ. അപ്പത്തിൻ വിശപ്പല്ല, വെള്ളത്തിൻ ദാഹമല്ല, ദൈവവചനത്തിന്റെ വിശപ്പു തന്നെ. അന്നു ദേശത്തേക്ക് അയക്കുന്ന നാടുകളടുത്തുപോയി രക്ഷ നീ നേടിക്കൊള്ളുക. അന്നു ദേശത്തേക്ക് അയക്കുന്ന നാടുകളടുത്തുപോയി രക്ഷ നീ നേടിക്കൊള്ളുക. കരുണയിൻ കാലങ്ങൾ മാറിടുമേ, ഭയങ്കര ന്യായവിധി വന്നിടുമേ. കരുണയിൻ കാലങ്ങൾ മാറിടുമേ, ഭയങ്കര ന്യായവിധി വന്നിടുമേ. കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്കുമായി വചനമന്വേഷിച്ചങ്ങലഞ്ഞു നടക്കും. കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്കുമായി വചനമന്വേഷിച്ചലഞ്ഞു നടക്കും.
കെട്ടങ്ങു വീഴും. കരുണയൻ കാലങ്ങൾ മാറിടുമേ, ഭയങ്കര ന്യായവിധി വന്നിടുമേ. കരുണയൻ കാലങ്ങൾ മാറിടുമേ, ഭയങ്കര ന്യായവിധി വന്നിടുമേ. കർത്താവിൻ ഭയങ്കര ഘോര ദിവസത്തിങ്കൽ തെറ്റി ഒഴിഞ്ഞു പോകാൻ സാധ്യമല്ല. കർത്താവിൻ ഭയങ്കര ഘോര ദിവസത്തിങ്കൽ തെറ്റി ഒഴിഞ്ഞു പോകാൻ സാധ്യമല്ല. അന്നു നിത്യാഗ്നിക്കിരയായി വെന്തെരിയുന്നൊരു ക്രോധ ദിവസമാണ്. അന്നു നിത്യാഗ്നിക്കിരയായി വെന്തെരിയുന്നൊരു ക്രോധ ദിവസമാണ്. കരുണയൻ കാലങ്ങൾ മാറിടുമേ, ഭയങ്കര ന്യായവിധി വന്നിടുമേ. കരുണയൻ കാലങ്ങൾ മാറിടുമേ, ഭയങ്കര ന്യായവിധി വന്നിടുമേ. കർത്താവിൻ പൈതലെന്ന് സ്വർഗമണിയറയിൽ കർത്താവിനോടു കൂടെ വാസം ചെയ്യും. കർത്താവിൻ പൈതലെന്ന് സ്വർഗമണിയറയിൽ കർത്താവിനോടു കൂടെ വാസം ചെയ്യും. എന്റെ കഷ്ടതയെല്ലാം തീർന്നു കണ്ണീർ തുടച്ചിടുന്ന ഭാഗ്യ ദിവസമാണ്. എന്റെ കഷ്ടതയെല്ലാം തീർന്നു കണ്ണീർ തുടച്ചിടുന്ന ഭാഗ്യ ദിവസമാണ്. കരുണയൻ കാലങ്ങൾ മാറിടുമേ, ഭയങ്കര ന്യായവിധി വന്നിടുമേ. കരുണയൻ കാലങ്ങൾ മാറിടുമേ, ഭയങ്കര ന്യായവിധി വന്നിടുമേ. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളവനെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, അനുഗ്രഹമേറിയതായ ഈ കൺവെൻഷൻ യോഗ പരമ്പരയുടെ ഈ രണ്ടാമത്തെ രാത്രിയിൽ അവിടുത്തെ അഭിഷേകത്തിലൂടെ ഇന്ന് മാറ്റമില്ലാത്ത ന്യായവിധിയെ കുറിച്ചുള്ളതായ വചനങ്ങൾ അടിയങ്ങൾക്ക് ശാന്തമായിരുന്ന് കേൾക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചതോട്ട് സ്തോത്രം. ഈ ദേശത്ത് കർത്താവെ അത് മാറ്റലിക്കൊള്ളുവാൻ അവിടെ ഇടയാക്കുമാറാകണമേ. ഇന്ന് ഈ ഹാളിലും ഈ പരിസരങ്ങളിലും ഇരുന്ന് ഈ ദൂത് കേട്ടതായ അവിടുത്തെ ഓരോ ഹൃദയങ്ങളെയും അങ്ങ് അവിടെ നിന്ന് സംരക്ഷിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ന്യായവിധി വരുന്നു എന്നും ആ ന്യായവിധിയുടെ മുൻപാകെ ഈ ലോകത്തിലെ സകലമാന മനുഷ്യരും നിൽക്കേണ്ടതാകുന്നു എന്നും അവർ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്ക പ്രതിഫലം പ്രാപിക്കേണ്ടതിന് അവർ ദൈവസന്നിധിയിൽ നിന്ന് അതിന് ഉത്തരം കൊടുക്കേണ്ടതാകുന്നു എന്നും അവിടുത്തെ ദാസനിലൂടെ ദൈവത്തിന്റെ പ്രമാണങ്ങളിലൂടെ അവിടുന്ന് കൽപ്പിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 2 വിശുദ്ധ വേദപുസ്തകത്തിലെ ആ അനുഗ്രഹീതമായ 2 പ്രവചന ഭാഗങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ദാനിയേലും വെളിപ്പാടുകാരനായ യോഹന്നാനും നൽകിയതായ ദൂത് ഇന്ന് ഈ ദേശത്തോട് അവിടുത്തെ അഭിഷേകത്തിലൂടെ ദൈവം കേൾപ്പിച്ചതിനാൽ ഞങ്ങൾ നന്ദിയോടെ അങ്ങ് സ്തുതിക്കുകയാണ്. ഈ ദേശത്ത് സ്ഥിതി ചെയ്യുന്നതായ സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് ദേവാലയമായ ഈ കാരോട് സെവന്ത് സഭ മുഖാന്തരം ഒരു ഭാവിയെങ്കിലും ഈ ദൂത് കേട്ടുകൊണ്ട് ആ ന്യായവിധിക്ക് യോഗ്യരായി തീർന്നുകൊണ്ട് ന്യായവിധിയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് കർത്താവ് ഒരുക്കുന്നതായ നിത്യതയിൽ ഓ ദൈവമേ അവിടുന്ന് കാണപ്പെടുവാനോട് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം വിരൽ കൊണ്ട് എഴുതിയതായ 10 പ്രമാണങ്ങൾ അതനുസരിക്കേണ്ടതാകുന്നു എന്നും ആ ന്യായപ്രമാണമാകുന്ന 10 കൽപ്പനകൾ മുഖാന്തരം ന്യായവിധി ഉണ്ട് എന്നും ഇന്ന് ഈ സന്ധ്യയിൽ അവിടെ ദാസൻ കേൾപ്പിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം.
അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്ക പ്രതിഫലം പ്രാപിക്കുവാൻ ഞങ്ങൾ എല്ലാവരും ദൈവസന്നിധിയിൽ നിൽക്കേണ്ടവരാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ടാകുവാൻ ഈ കേട്ടത് മുഖാന്തരം ഉണ്ടാകണമേ. മനുഷ്യൻ സംസാരിക്കുന്ന നിസ്സാര വാക്ക് ഏത് തന്നെയായിരുന്നാലും ആ ദൈവസന്നിധിയിൽ അതിന് കണക്ക് ബോധിപ്പിക്കേണ്ടവരാണെന്നുള്ള ബോധ്യം ഈ ദൂതിലൂടെ കേൾക്കുവാൻ മനസ്സിലാക്കുവാൻ ഇടയാക്കിയല്ലോ. ഈ ഹാളിൽ ഇരുന്നു കൊണ്ടും ഈ പരിസരങ്ങളിൽ ഇരുന്നു കൊണ്ടും ഈ ശബ്ദപരിധിക്കുള്ളിൽ ഇരുന്നു കൊണ്ട് ഈ ദൂത് കേട്ട എല്ലാ നിന്റെ മക്കളെയും അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ് കർത്താവേ. അവര് ഈ ദൂത് ഈ വചനങ്ങൾ അങ്ങനെ തന്നെ ഒന്ന് പരിശോധിച്ചുകൊണ്ട് യേശുവാകുന്ന രക്ഷകൻ ഈ ലോകത്തിലേക്ക് വരുമ്പോൾ മുന്നറിയിപ്പിന്റെ ദൂതുകൾ മുഖാന്തരം ജലപ്രളയവും സ്വദോം ഗൊമോറയുടെയും നാശം, നിനവയുടെ നാശം, ഇതൊക്കെ ഞങ്ങൾക്ക് മുന്നറിയിപ്പിന്റെ ദൂതുകളായി നൽകിയിരിക്കുമ്പോൾ ആ വരുന്ന ന്യായവിധിക്ക് ഒരുങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം ഈ കേട്ടതായ ഓരോ വ്യക്തികളെ ഇവിടെ എടുത്തുപയോഗിക്കണമേ. ദൂത് സംസാരിച്ച അവിടെ ദാസന്റെ മേലോട്ട് കൃപ ഇരുന്നുവല്ലോ. ദൈവമേ, ശക്തമായി സംസാരിപ്പാൻ തന്നെ മകനെ എടുത്തുപയോഗിച്ചുവല്ലോ. ശബ്ദവും വെളിച്ചവും പ്രകൃതിയൊക്കെ ഞങ്ങൾക്ക് അനുകൂലമാക്കി നൽകിക്കൊണ്ട് സ്തോത്രം. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ഇന്ന് അനുഗ്രഹീതരായി കടന്നു പോകാൻ സഹായിക്കുന്നവർക്ക് സ്തോത്രം. ഇപ്പോൾ കർത്താവേ, അടിയങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കട്ടെ. എല്ലാവിധമായ മാനവും മഹത്വം എല്ലാം അവിടെ നിന്ന് എടുക്കണമേ. കർത്താവ് രണ്ടാമത് ഈ ഭൂമിയിലേക്ക് തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാനായിട്ട് വരുമ്പോൾ ആ 3 ദൂതന്മാർക്ക് കൊടുത്തതായ ദൂതിന്റെ അവസാനം 3-ാം ദൂതൻ പറയുകയാണ്, ദൈവകൽപ്പനയും യേശുവിന്റെ വിശ്വാസം കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെയും ഒരുക്കപ്പെടുന്ന സ്വർഗത്തിനും ആവശ്യമെന്ന് പറയുമ്പോൾ ആ സ്വർഗത്തിൽ കാണപ്പെടുവാൻ ഈ ദേശത്തുള്ളതായ അനേകരെ കർത്താവ് ഒരുക്കുമാറാകണമെന്ന് അടികൾക്കായി ജീവൻ നൽകിയ രക്ഷകന്റെ ഒരു നാമത്തിൽ താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണം. കരുണയുള്ള വാഴ്ത്തപ്പെട്ട ദൈവമേ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലാക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കണമേ. പരീക്ഷയിൽ കടത്താതെ എല്ലാ ദുഷ്ടതയും ഞങ്ങളെ വിടുവിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ ഇടപെടല ഈ ആലയത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ മേല, ഈ ദേശത്തിന്മേലും ദേശനിവാസികളുമേല, ഇവിടെ ആയിരിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട ശുശ്രൂഷകന്മാരുടെ മേല, ഈ സഭയുടെ മേലും സഭാ ശുശ്രൂഷകന്റെ മേല ഇന്നും എന്നേക്കും അങ്ങയുടെ വരവോളം കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഈ യോഗത്തിൽ